ഇന്ന് നമ്മൾ പൊളിറ്റിക്കൽ സയൻസിലെ യൂണിറ്റ് 3 എക്കണോമിക് പ്രൊഫൈൽ റീജിയൻ അസാമിൻ്റെ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിനെ പറ്റിയായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്. സെവൻ സിസ്റ്റേഴ്സിൻ്റെ കൂടെ അഡീഷനും അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള ലെസനാണ് ഇപ്പോൾ നമ്മൾ പരാമർശിക്കാൻ പോകുന്നത്. ഈ ലെസണിൽ, അതായത് ഈ ചാപ്റ്ററിൽ നമ്മൾ പറയുന്നത് ബേസിക് ആയിട്ടുള്ള ഇക്കോണമിക്കൽ പ്രോബ്ലംസ് ആണ്. നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിലുള്ള ഇക്കണോമിക്സും അതിൻ്റെ പ്രോബ്ലംസും അതേമാതിരി അവിടെയുള്ള ലാൻഡ്, അതായത് ലാൻഡിൻ്റെ സ്ട്രക്ചർ, ജോഗ്രഫിക്കൽ സ്ട്രക്ചർ അനുസരിച്ച് നോക്കുമ്പോൾ കുറേ ഭാഗത്ത് പ്ലെയിൻസും കുറേ ഭാഗത്ത് ലെവലായിട്ടുള്ള ലാൻഡും ഉണ്ട്. അപ്പോൾ അവിടെ കൂടുതലായിട്ട് ആ കാലഘട്ടങ്ങളിൽ നടന്ന ബ്രിട്ടീഷ് കാലഘട്ടങ്ങളിൽ തൊട്ട് നടന്നത് പ്ലാന്റേഷനാണ്, ടീ പ്ലാന്റേഷൻസ്. അതുകൂടാണ്ട് മിനറൽ റിസോഴ്സസ് ഉണ്ടായിരുന്നു. ആ മിനറൽ റിസോഴ്സസിൻ്റെ നാച്ചുറലായിട്ടുള്ള മിനറൽ റിസോഴ്സിനെ നമ്മൾ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു. പിന്നെ വരുന്നത് ഇക്കണോമിക് ആയിട്ടുള്ള പ്രോബ്ലംസ് എന്തൊക്കെയാണ് അവർ ഫേസ് ചെയ്തിട്ടുള്ളതെന്നാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഈ ലൊക്കേഷൻ, ടോപ്പോഗ്രാഫി എന്നാണ് നമ്മൾ ഇതിന് പറയാ. ടോപ്പോഗ്രാഫിയിൽ നോർത്ത് ഇന്ത്യയുടെ ഭാഗത്ത് ഇവിടെ 2 ടെറൈൻസ് ഉണ്ട്. 2 ടെറൈൻസ് എന്ന് പറയുമ്പോൾ ഒന്ന് നിരപ്പായ സ്ഥലം, അതന്നെ പ്ലെയിൻസ് എന്ന് പറയും. പിന്നെ ഒന്ന് മൗണ്ടൻസ് അല്ലെങ്കിൽ ഹിൽസ്. അപ്പൊ അവിടെ പൊങ്ങിയും താന്നിരിക്കും. അപ്പൊ അങ്ങനത്തെ 2 ടൈപ്പ് ടെറൈനാണ്, അതായത് ലാൻഡിന്റെ സ്ട്രക്ചറാണ് ഈ പറയുന്നത്. ജോഗ്രഫിക്കൽ ലൊക്കേഷനും അതേമാതിരി അതിൻ്റെ ലാൻഡിന്റെ സ്ട്രക്ചറും. അപ്പൊ അത് കൂടാണ്ട് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത് സർവീസ് സെക്ടറാണ്. സർവീസ് സെക്ടർ എന്ന് പറയുമ്പോൾ ട്രഡീഷണൽ ആയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇൻഡസ്ട്രീനെയാണ്. അത് മാത്രമല്ല ഇവിടെ കാടും മലമ്പ്രദേശം ഉള്ളത് കൊണ്ട് നാച്ചുറൽ റിസോഴ്സസ് ഉണ്ട്. നാച്ചുറൽ റിസോഴ്സസ് നമ്മൾ പറയുകയാണെങ്കിൽ ഫോറസ്റ്റിൽ നിന്ന് ട്രീസ് ഉണ്ട്, പിന്നെ സാലുണ്ട്, ഹണിയുണ്ട്, അങ്ങനത്തെ പല കാര്യങ്ങൾ. അതുകൂടാണ്ട് വരുന്നത് മലമ്പ്രദേശം ആയതുകൊണ്ട് മിനറൽസ് ഉണ്ട്. പിന്നെ പെട്രോൾ ഉണ്ട്, ആസാം പെട്രോളിയം കമ്പനിയുടെ പെട്രോൾ ഉണ്ട്, കോൾ ഉണ്ട്, ലൈം സ്റ്റോൺ ഉണ്ട്. ഇത് കൂടാണ്ട് ഏറ്റവും അട്രാക്റ്റീവായിട്ട് ഇപ്പോൾ വരുന്നത് ടൂറിസമാണ്. അപ്പൊ സർവീസ് സെക്ടറാണ് ഈ ടൂറിസം എന്ന് പറയുന്നത്. അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുമ്പോൾ സെക്ടേഴ്സ്, അതിൻ്റെ ടൂറിസ്റ്റ് വരുമ്പോൾ അവരിൽ നിന്ന് കിട്ടുന്ന വരുമാനമാണ് കൂടുതലായിട്ട് സാധ്യതയുള്ളത്. ഈ ലാൻഡിൽ തന്നെ ഒരു സ്പെഷ്യലായിട്ട് നോക്കുകയാണെങ്കിൽ അവിടെ ആസാമിൽ വരുന്നത് മുഴുവനും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ അവർ പുറത്തുനിന്നാണ്, ലാൻഡ് ഒഴിച്ച് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ പുറത്തുനിന്നാണ് കൊണ്ടുവരുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ എന്താ വെച്ചാൽ ഇക്കണോമിക് പ്രൊഫൈല്, നോർത്ത് ഈസ്റ്റ് ഇന്ത്യയുടെ ഇക്കണോമിക് പ്രൊഫൈലും അതിൻ്റെ കൂടെ തന്നെ ഇക്കോണമി, ലാൻഡ്, പ്ലാന്റേഷൻ, മിനറൽസ്, ടെറിട്ടറി സെക്ടർ, അതേമാതിരി ചാലഞ്ചസ്, ഈ ട്രക്കിങ്ങിനൊക്കെ പോകുന്നവര്, അതേമാതിരി മൈഗ്രേഷൻ എന്ന് പറഞ്ഞാൽ വേറെ രാജ്യത്ത്, നമ്മുടെ ഇന്ത്യയിൽ നിന്ന് തന്നെ വേറെ രാജ്യത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതിനാണ് നമ്മൾ മൈഗ്രേഷൻ എന്ന് പറയാറ്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്, ആദ്യം നമുക്ക് നോക്കേണ്ടത് അവരുടെ ലാൻഡിൽ എന്തൊക്കെ കൾട്ടിവേഷൻ നടന്നിരുന്നു, എങ്ങനെയായിരുന്നു അവരുടെ അഗ്രികൾച്ചർ ചെയ്തിരുന്നത്, എന്തൊക്കെയായിരുന്നു അതിന്റെ ഫോർമാറ്റ് എന്നൊന്ന് നോക്കിയിട്ട് പിന്നെ നമുക്ക് അടുത്തേക്ക് പോവാം. അപ്പോൾ കൾട്ടിവേഷൻ എന്ന് പറയുമ്പോൾ ഈ ലാൻഡിന്റെ നേരത്തെ പറഞ്ഞല്ലോ, മലമ്പ്രദേശത്തിൽ സാധാരണയായിട്ട് എല്ലാ രാജ്യങ്ങളിലും കാണാറുള്ള ഒരു കൾട്ടിവേഷനാണ് ഇവിടെയും കണ്ടിരുന്നത്. അവിടെ ഈ കൾട്ടിവേഷൻ റൊട്ടേഷനിൽ വരും. നിങ്ങൾ ചെറിയ ക്ലാസ്സിലൊക്കെ കേട്ടിട്ടുണ്ടാവും സ്ലാഷ് ആൻഡ് ബേൺ എന്നുള്ള മെത്തേഡ്, ജുഹും എന്ന് പറയുന്നത്. അതെന്താ വെച്ചാല് സ്ലാഷ് ആൻഡ് ബേൺ എന്ന് പറയുന്നത് ആ ഹാർവെസ്റ്റിംഗ് കഴിഞ്ഞിട്ട്, ഒരു പ്രദേശത്തെ ഹാർവെസ്റ്റിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ അവർ കത്തിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അടിച്ചു മാറ്റും, ഇങ്ങനെ തട്ടി മാറ്റും. അപ്പോൾ ഈ കത്തിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ബാക്കിയുള്ള ചെറിയ റൂട്ട്സ് വരെ അത് കത്തിപ്പോവും. അതിനെ എന്നിട്ട് മറിച്ചിട്ടാണ് ചെയ്യുക. അതിനാണ് സ്ലാഷ് ആൻഡ് ബേൺ എന്ന കൾട്ടിവേഷൻ. അത് സാധാരണ ട്രഡീഷണൽ മോഡാണ്, സാധാരണമായിട്ട് ചെയ്യാറുള്ളതാണ്. കാരണം ഇത് ഈ കത്തിച്ചു കഴിഞ്ഞിട്ട് ഒന്ന് ഇളക്കി മറിക്കുമ്പോഴത്തേക്കും അതിൻ്റെ ന്യൂട്രീഷണൽ വാല്യൂ, ലാൻഡിന്റെ ന്യൂട്രീഷണൽ വാല്യൂ മാറി വരും. പിന്നെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാ വെച്ചാൽ സർക്കുലർ പാറ്റേണിലാണ് ചെയ്യുന്നത്. സർക്കുലർ പാറ്റേണിൽ ചെയ്യുന്നതിന്റെ ഉദ്ദേശം എന്താന്ന് വെച്ചാൽ ഓരോ ക്രോപ്പ് കഴിയുമ്പോഴത്തേക്കും വേറെ വിധത്തിലുള്ള
പൾസസ് ഇടും. നോർത്ത് ഇന്ത്യയിൽ പ്രത്യേകമായിട്ട് ഈ ഭാഗത്ത് പ്രത്യേകമായിട്ട് വരുന്നത് ജൂട്ടാണ്. ചണമുണ്ട്, ഫ്രൂട്ട്സ് ഉണ്ട്, ചായ ഉണ്ട്, പൾസസ് ഉണ്ട്, കോക്കനട്ട് ഉണ്ട്, പൊട്ടാറ്റോ ഉണ്ട്, അരക്കനട്ട് ഉണ്ട്, അടയ്ക്ക, റൈസ് ഉണ്ട്, വീറ്റ് ഉണ്ട്, മെയ്സ് ഉണ്ട്, ഓയിൽ സീഡ്സ് ഉണ്ട്, ഷുഗർ കെയിൻ ഉണ്ട്, ജിഞ്ചർ ഉണ്ട്, മെസ്ത ഉണ്ട്, സ്പൈസസ് ഉണ്ട്, പൈനാപ്പിൾസ്, ബനാന, പപ്പായാസ്. അപ്പൊ ഇതിങ്ങനെ റൊട്ടേഷനിൽ കൾട്ടിവേഷൻ ചെയ്ത് വരുമ്പോൾ ചില പ്ലാന്റ്സ് അതിന്റെ ന്യൂട്രീഷൻ ലാൻഡിലേക്ക് പാസ് ചെയ്യും. അതിനാണ് ഇങ്ങനെ റൊട്ടേഷനിൽ ചെയ്തു വരുന്നത്. ഇത് കൂടാണ്ട് ഇനി ലാൻഡ് ഓണർഷിപ്പ് എങ്ങനെയാന്ന് വെച്ചാല് ഇൻഡിവിജ്വൽ ഓണർഷിപ്പ് ഇല്ല. അതായത് ഈ ലാൻഡ് മുഴുവനും ആ കമ്മ്യൂണിറ്റിയുടെയാണ്. അതായത് അവിടെ താമസിക്കുന്ന ആ കമ്മ്യൂണിറ്റിയുടെ ആൾക്കാരുടെയാണ്. അപ്പൊ അവിടെ എന്താ ചെയ്തില്ല, ട്രൈബൽ ആയാലും ശരി, നോൺ ട്രൈബൽ ആയാലും ശരി, അവിടെ ഇൻഡിവിജ്വലി അതിന്റെ എങ്ങനെയാ വെച്ചാല് ഈ ട്രാൻസ്ഫർ ചെയ്യുന്നത് ട്രാൻസ്ഫറബിൾ ആയിട്ടുള്ള, നമ്മളുടെ ബാക്കിയുള്ള രാജ്യത്ത് കാണുന്ന മാതിരി നോൺ ട്രൈബൽസിനും ട്രൈബൽസിനും ട്രാൻസ്ഫറബിൾ ആൻഡ് ഇൻഹെറിറ്റന്റ് ചെയ്യുന്ന ലാൻഡാണ്. അതായത് ഒരാളിൽ നിന്ന് വേറൊരാളിലേക്ക്, അച്ഛനിൽ നിന്ന് മകനിലേക്ക് അങ്ങനെ വരുന്നതിനാണ് ട്രാൻസ്ഫറബിൾ എന്ന് പറയാം. ട്രൈബൽ ഏരിയയില് ആ ട്രൈബൽ സാധാരണ നോൺ ട്രൈബലിലാണ് ഈ ഇൻഡിവിജ്വൽ ആയിട്ട് വരുന്നത്. ട്രൈബൽ ഏരിയയിലെ അലോട്ട്മെന്റ് എങ്ങനെയാന്ന് വെച്ചാല് അവിടത്തെ കൾട്ടിവേഷൻ എല്ലാവർക്കും കൂടെ അവിടത്തെ വില്ലേജ് ഹെഡ് ഉണ്ട്. അതായത് മൂത്താൻ എന്ന് പറയും, അല്ലെങ്കിൽ മുതിയോർ, അല്ലെങ്കിൽ പല ഭാഷയിൽ പറയാണ്ട് ബുഡാപ്പ എന്ന് പറഞ്ഞ അങ്ങനത്തെ, അതായത് വില്ലേജിലത്തെ തലമൂത്ത ഹെഡ്, വില്ലേജ് ഹെഡ്, അങ്ങേരാണ് ഈ ലാൻഡ് എല്ലാവർക്കും ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. അതിന്റെ വർക്ക്സ് എങ്ങനെയാ വെച്ചാല് ട്രഡീഷണൽ കസ്റ്റത്തിൽ തന്നെ ചെയ്യണം എന്നുള്ള നിർബന്ധമുണ്ട്. പിന്നെ ഒരു പൊസിഷനും, അതായത് അവനവന് കിട്ടിയത് പൊസിഷൻ ഇൻഡിവിജ്വൽ അലോട്ടിക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അത് ആ ലാൻഡിന്റെ അവിടുത്തെ നേച്ചർ ഓഫ് ദ സോയിൽ അനുസരിച്ചിട്ടായിരിക്കും ആ കൾട്ടിവേഷൻ ചെയ്യുക. കൾട്ടിവേഷൻ ചെയ്യുമ്പോൾ എല്ലാവരും, അല്ലെങ്കിൽ അഗ്രികൾച്ചറിൽ എല്ലാവരും ഒരുമിച്ചാണ്, കുടുംബം മുഴുവനും അതിൽ ജോയിൻ ചെയ്തിട്ടാണ് അവര് കൃഷി ചെയ്യുന്നത്. ഇനി റിലേഷൻഷിപ്പ് എങ്ങനത്തെ റിലേഷൻഷിപ്പ് ആണെന്ന് വെച്ചാല് നിലവും പുറത്തുനിന്ന് വന്നിട്ടുള്ള കർഷകർ, മൈഗ്രന്റ് പെസൻസ് എന്ന് വേണമെങ്കിൽ നമുക്ക് അവരെ പറയാം. അവർക്ക് ഇവിടെ നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിൽ ഒരു പ്രോബ്ലം ഉണ്ട്. എക്സ്പെഷ്യലി പറയുകയാണെങ്കിൽ ആസാമില്. ഈ ആസാമിലത്തെ പ്രശ്നം എന്താന്ന് വെച്ചാല് ഈ റിലേഷൻഷിപ്പ്, ലാൻഡും കർഷകനും നിലവും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഇവിടെ എങ്ങനെയാ വരുന്ന വെച്ചാല് ഈ ഈസ്റ്റ് ബംഗാളിൽ നിന്ന് ആസാമിലേക്ക് വന്നവര് അവിടെ ലാൻഡ് ബേസ്ഡ് ആയിട്ടുള്ള ഇക്കോണമിയാണ് സ്റ്റേറ്റ്. നിങ്ങൾ പല ഹിന്ദി സിനിമയിലും കണ്ടിട്ടുണ്ടാവും, ഈ ലാൻഡ് ഇല്ലാത്തവരുടെ അവരുടെ പ്രോപ്പർട്ടി കൊണ്ടുവന്ന് അവർക്ക് കൃഷി ചെയ്യാൻ വേണ്ടി വലിയ പണക്കാരുടെ അടുത്ത് കൊണ്ടുവന്ന് അവരുടെ പ്രോപ്പർട്ടിന്റെ ഡോക്യുമെന്റ്സ് പേപ്പർ കൊടുക്കുക, അതിന് കൊടുത്തിട്ട് പൈസ മേടിക്കുകയും ചെയ്യും. പക്ഷെ അവർക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ ആ പ്രോപ്പർട്ടി ആ ജമ്മി അല്ലെങ്കിൽ ജമീന്ദാർ എടുത്തോണ്ട് പോകും. അങ്ങനെയാണ് സാധാരണ നടക്കാറുള്ളത്. ഇപ്പൊ ഈ 1891 ഗവൺമെന്റ്, ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ കാലഘട്ടത്തിലാണ് ഇവിടെ വേസ്റ്റ് ലാൻഡ്സ് ആണെന്ന് പറഞ്ഞിട്ട് ആസാമിൽ വേസ്റ്റ് ലാൻഡ്സ് എന്ന് പറയുന്നു. ഇതിന് എൻകറേജ് ചെയ്യുന്നത് മൈഗ്രേഷൻ ആണ്. ഈ വേസ്റ്റ് ലാൻഡ്സിൽ കൾട്ടിവേഷൻ ചെയ്യാൻ വേണ്ടി അവര് മൈഗ്രേഷൻ ചെയ്യാൻ തുടങ്ങുന്നു, ആൾക്കാർ മാറി വരാൻ തുടങ്ങുന്നു, ഫുഡ് പ്രൊഡക്ഷൻ ഉണ്ടാകുന്നു. ഈ വേസ്റ്റ് ലാൻഡിനെ പറ്റി തന്നെ 2 വിധത്തിലുള്ള ലാൻഡ് പ്രോപ്പർട്ടീസ് ഉണ്ട്. അതായത് കോമൺ പ്രോപ്പർട്ടി ആയ റിസോഴ്സസ്, ആ കോമൺ പ്രോപ്പർട്ടി റിസോഴ്സസിനെയാണ് ബ്രിട്ടീഷ് വിളിക്കുന്ന പേര് വേസ്റ്റ് ലാൻഡ്സ് അണ്ടർ ദ കൊളോണിയൽ ഇൻഡിവിജ്വൽ ഓണർഷിപ്പ് എന്ന് പറയും. പിന്നെ അങ്ങനെ വരുമ്പോൾ കാട്ടിന്റെ പ്രദേശം, കാടിന്റെ ഭാഗമായ ഫോറസ്റ്റ് ലാൻഡ്, അതിനെയും വേസ്റ്റ് ലാൻഡ്സ് എന്ന് പറയുന്നു. ബൂഡോസ് എന്ന് പറയാറുണ്ട് ഒരു ഗ്രൂപ്പിന്. റബ എന്ന് പറഞ്ഞിട്ട് വേറൊരു ട്രൈബ് ഉണ്ട് ഈ ആസാമില്. അപ്പൊ 1930 ഈ ലാൻഡ് വളരെ കൂടുതലാണ് ആസാമില്. സിറ്റുവേഷൻ അനുസരിച്ച് നോക്കുമ്പോൾ ഇവിടെ ചേഞ്ച് ചെയ്ത് വരുന്നുണ്ട്. ഈ ചേഞ്ച് എന്താ പറഞ്ഞ വെച്ചാൽ പ്ലാന്റേഷൻ, അതായത് ഫസ്റ്റ് ഹാഫില് 19ാം നൂറ്റാണ്ടിലെ ഫസ്റ്റ് ഹാഫില്
ഫുഡ് പ്രൊഡക്ഷൻ കുറഞ്ഞു പോയി. അതായത് കഴിക്കുന്ന ആഹാരങ്ങളുടെ പ്രൊഡക്ഷൻ കുറഞ്ഞു പോവുകയും അപ്പോൾ അതിന്റെ പരിണാമമായിട്ട് അവിടെ ഷോർട്ടേജ് ഓഫ് ഫുഡ് വരുന്നുണ്ട്. ഇതിനെ നെസസിറ്റി ചെയ്ത് വരുമ്പോൾ എന്താണ്, അവിടെ ഇൻക്രീസ് ചെയ്യണം, പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യണം എന്നുള്ള ഒരു റിക്വയർമെന്റ് വരുന്നു. ആ റിക്വയർമെന്റിൽ ലാൻഡിന് മൈഗ്രൻസ്, അതായത് നെയ്ബറിംഗ് ഡിസ്ട്രിക്റ്റ് ആയ ഈസ്റ്റ് ബംഗാളിൽ നിന്ന് വരുന്ന മൈഗ്രൻസ്, ഈ മൈഗ്രേഷൻ പോപ്പുലേഷൻ അല്ലെങ്കിൽ പെസൻസ്, കർഷകർക്ക് ഈസ്റ്റ് ബംഗാളിൽ നിന്ന് ആസാമിലേക്ക് വരാൻ 2 കാരണങ്ങളുണ്ട്. ആദ്യത്തെ കാരണം എന്താന്ന് വെച്ചാല് ഫാർമേഴ്സിന്റെ ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ട്, പെർമനന്റ് സെറ്റിൽമെന്റ് ആകാൻ വേണ്ടി. ആ പെർമനന്റ് സെറ്റിൽമെന്റിൽ വരുമ്പോൾ ഈ ഈസ്റ്റ് ബംഗാളിൽ വരുന്നവർക്ക് മൈഗ്രേറ്റ് ചെയ്ത് ആസാമിലേക്ക് എത്തുമ്പോൾ അവർക്ക് അവിടെ പെർമനന്റ് ആയിട്ട് അവർക്ക് സെറ്റിൽ ചെയ്യാം. അടുത്ത റീസൺ എന്ന് വെച്ചാൽ പൊളിറ്റിക്കൽ ആണ്. ഈ പൊളിറ്റിക്കൽ ആയിട്ട് നോക്കുമ്പോൾ എന്താന്ന് വെച്ചാൽ മുസ്ലിം ലീഗ്, നമ്മള് ഡിവിഷൻ ഓഫ് ബംഗാൾ ഇറ്റ്സെൽഫ് 2 കാരണത്തിൽ നമ്മൾ ഹിസ്റ്ററിയിൽ പഠിച്ചിട്ടുള്ളതാണ്. മുസ്ലിം ലീഗ് 1930 അതിന്റെ തലവനായ സെയ്ദുല്ല എൻകറേജ് ചെയ്യും മൈഗ്രേഷൻ ചെയ്യാൻ, ബംഗാളിൽ നിന്ന് മൈഗ്രേഷൻ ചെയ്യാൻ എൻകറേജ്മെന്റ് കൊടുക്കുകയാണ്. ആ എൻകറേജ്മെന്റിന്റെ താഴെ അവിടെ അതിന്റെ പോളിസി എന്താന്ന് വെച്ചാല് കൂടുതൽ ആഹാര വസ്തുക്കൾ ഉണ്ടാക്കുക. ഇതായിരുന്നു ഗവൺമെന്റിന്റെ പോളിസികള്. ഇതിന്റെ ഇൻക്രീസ് വരുമ്പോഴത്തേക്കും എല്ലാം കൂടുതലും ഈ മുസ്ലിം ലീഗിന്റെ ആൾക്കാരായിരുന്നു കർഷകരായിട്ട് വന്നിരുന്നത്. അപ്പോൾ ഈ കർഷകർക്ക് 1940 ആകുമ്പോഴത്തേക്കും ആസാമിന്റെ സ്ട്രക്ചർ അങ്ങ് മാറിന്ന് വെച്ചാല് ഈ ഇൻക്രീസ് ചെയ്തിട്ടുണ്ടായിരുന്ന നമ്പർ, എത്ര കർഷകരാണോ വരുന്നത് അവര് ലോക്കൽ കർഷകരായി മാറും. അതേമാതിരി റിയാക്ഷൻ ടൈമില് ഇതിന്റെ റിയാക്ഷനായിട്ട് കോൺഗ്രസിന്റെ ലീഡറായ ഗോപിനാഥ് ബർഡോളി ഒരു പുതിയ ലൈൻ സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ഈ ലൈനിൽ കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്തു വരുമ്പോൾ അതിന്റെ ലാൻഡ് മൈഗ്രന്റ് ആയിട്ടുള്ള പെസന്റ് വേറെ സ്ഥലത്ത് നിന്ന് ഓക്യുപ്പൈങ് ലാൻഡ് മേടിക്കാണ്ടിരിക്കാൻ പ്രിവെൻഷൻ കൊടുക്കുന്നു. ആ ലാൻഡ് സിസ്റ്റത്തിൽ അവർക്ക് ഏത് കിട്ടിയോ അത് വെച്ചുകൊണ്ട് ചെയ്തോളുക. പിന്നെ എക്കോണമി എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ വരുന്നത് നോർത്ത് ഈസ്റ്റേൺ ഇന്ത്യ ആണ്. അപ്പൊ ട്രേഡാണ്. ട്രേഡിന്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈനയുടെ കൂടെയുള്ള ട്രേഡ്, ഈ നോർത്ത് ഈസ്റ്റില് ടീ കച്ചവടം, ചൈനയായിട്ടുള്ള ടീ കച്ചവടം ക്ലോസ് ആകുമ്പോഴത്തേക്കും ടീ അവൈലബിലിറ്റി, ഇംഗ്ലണ്ടുകാർ ഒരുപാട് ചായ കുടിക്കുന്നവരാണ് നമ്മളമാതിരി തന്നെ. അപ്പൊ ബ്രിട്ടീഷിന്റെ കാലഘട്ടത്തിലാണ് ഈ സോഴ്സസ് ഓഫ് ടീ നമ്മളിവിടെ അറിയപ്പെടുന്നത്. ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നതാണ് ഈ ചായ. അതിന്റെ അവൈലബിൾ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ മലമ്പ്രദേശത്തും സാധാരണ പ്ലെയിൻസിലും കൾട്ടിവേഷൻ തുടങ്ങി. ബ്രിട്ടീഷിന്റെ കർഷകർ, പ്ലാന്റേഴ്സ് എന്താ ചെയ്യുക, അതായത് പണമുള്ള കൊളോണിയൽ ജോലിയിൽ ഇരിക്കുന്നവരാണ് ആ പ്ലാന്റർ എന്ന് പറയാ. അപ്പൊ അവര് ഇൻവെസ്റ്റ് ചെയ്യാണ്, പണം ഇൻവെസ്റ്റ് ചെയ്തിട്ട് സ്ഥലം മേടിച്ച് അവിടെ ടീ പ്ലാന്റേഷൻസ് നടത്തുന്നു. നമ്മുടെ മൂന്നാറിലൊക്കെ നിങ്ങൾക്ക് പോയാൽ ടീ പ്ലാന്റേഷൻസ് ഒക്കെ ബ്രിട്ടീഷ് സമയത്ത് തുടങ്ങിയതാണ്. അപ്പൊ ഈ ട്രേഡിംഗ് ഹൗസ് കൊണ്ടുവന്നിട്ട് കൽക്കട്ടയില് അവര് കൗണ്ടർ പാർട്ടായ ലണ്ടനിലുള്ളവരായിട്ടാണ് ചായയുടെ ഓപ്ഷൻ നടക്കുക. ആ പ്ലാന്റേഷൻ എക്കോണമീനെ ആസാമിന്റെ എക്കോണമിക്ക് സ്ട്രോങ് ആയിട്ട് എഫക്റ്റ് ആവുന്നുണ്ട്. ഇത് എന്താ ചെയ്ത വെച്ചാൽ ഈ കൾട്ടിവേഷനെ ഇംപ്രൂവ്മെന്റ് ചെയ്യിക്കാനും, പിന്നെ ബുള്ളറ്റ് കാർഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫസ്റ്റ് ടൈം ആയിട്ട് ഒരു കാർഡ് സിസ്റ്റം അവിടെ കൊണ്ടുവരുന്നുണ്ട്. ഈ ട്രീ പ്ലാന്റേഷനിൽ വർക്ക് ചെയ്യുന്നവർ മുഴുവനും ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നും വന്നിട്ടുള്ളവരും രാജസ്ഥാനിൽ വന്നിട്ടുള്ളവരും അതേമാതിരി അവിടെയുള്ള ഈസ്റ്റ് ബംഗാളിലുള്ള കൾട്ടിവേഷൻ ചെയ്യുന്നവരെയും എൻകറേജ് ചെയ്യുന്നുണ്ട്. ഇവിടെ 2 എക്കോണമീസ് ഉണ്ട്, പ്ലാന്റേഷനും അഗ്രികൾച്ചറൽ. ഏത് തരത്തിലുള്ള മണ്ണാണോ അതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള അഗ്രികൾച്ചർ. ഇതിന്റെ 2ന്റെയും വ്യത്യാസം വരുമ്പോഴത്തേക്കും മിനിമൽ ആയിട്ടാണ് വരുന്നത്. ഈ ചേഞ്ചസ്, ലാൻഡ് റിലേറ്റഡ് ചേഞ്ചസില് ഡ്രാസ്റ്റിക് ചേഞ്ചസ് സൊസൈറ്റിയിൽ 1997 വരുന്നത്.
1977 അത് നടക്കുന്നത്. ഇനി നമുക്ക് നോക്കാൻ പറ്റുന്നത് അവർക്ക് അതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണ്, എക്സ്ട്രാക്ഷൻ അല്ലെങ്കിൽ ഇക്കോണമി എങ്ങനെയാണ് വരുന്നതെന്നാണ്. അപ്പോൾ ഇക്കോണമിയുടെ കാര്യം നോക്കുമ്പോൾ ഇത് കൂടാണ്ട്, അതായത് അഗ്രികൾച്ചറും പ്ലാന്റേഷനും കൂടാണ്ട് നോർത്ത് ഈസ്റ്റ് ഇന്ത്യയില് വേറൊരു സോഴ്സ് ഓഫ് എക്സ്ട്രാക്ഷൻ എന്ന് പറയാനുള്ളത് നാച്ചുറൽ റിസോഴ്സസ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു നാച്ചുറൽ റിസോഴ്സിനെ പറ്റി. ഏതൊക്കെയാണെന്ന് വെച്ചാൽ പ്രൊഡക്ഷൻ ഈസ് ഫോറസ്റ്റ്, കാട്ടിൽ നിന്ന് കിട്ടുന്ന ടിമ്പർ, അതേമാതിരി പെട്രോളിയം, അതേമാതിരി കോള്. പിന്നെ വേറെ നാച്ചുറൽ റിസോഴ്സസ് എന്ന് പറയാനായിട്ട് അവിടെ 1950-ലും 90-ലും പെർസിസ്റ്റന്റ് ആയിട്ട് വന്നുകൊണ്ടിരുന്നു. എക്സ്ട്രാക്ഷൻ ആയിട്ടുള്ള എക്കോണമി നോർത്ത് ഈസ്റ്റ് ഇന്ത്യയില് ബൂസ്റ്റ് ചെയ്തിട്ട് ഇൻട്രൊഡക്ഷൻ ആണ് ചെയ്യുന്നത് ന്യൂ എക്കണോമിക് പോളിസീസ്. ഈ ന്യൂ എക്കണോമിക് പോളിസീസ് വരുമ്പോൾ നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിൽ 1990-ൽ ഇത് വന്ന എക്കണോമിക് പോളിസി ഇംപ്ലിമെന്റ് ചെയ്യാണ്. ആ പീരീഡ് കാലഘട്ടത്തിൽ സെൻട്രൽ ഗവൺമെന്റ്, സ്റ്റേറ്റ് ലെവൽ പൊളിറ്റീഷ്യൻസ്, കോൺട്രാക്ടേഴ്സ്, ലോക്കൽ ആയിട്ടുള്ള ബിസിനസ് ചെയ്യുന്നവര്, ഇവർക്കൊക്കെ കോള്, കൽക്കനി, സാൻഡ് സ്റ്റോൺസ്, ലൈം ആൻഡ് യുറാനിയം, ഇതിലാണ് അവരുടെ കോൺസെൻട്രേഷൻ പോകുന്നത്. ഇതിന്റെ കാരണം ഇതിന്റെ പരിണാമം എന്താന്ന് വെച്ചാല് അതിന്റെ ബയോഡൈവേഴ്സിറ്റിയെ, നമ്മുടെ നാടിന്റെ ബയോഡൈവേഴ്സിറ്റി അത് നഷ്ടപ്പെടുത്തി. എൻവയറമെന്റൽ പ്രൊട്ടക്ഷൻ, അതേമാതിരി ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഇത്രയും വരുന്നു. അപ്പൊ ഈ എക്സ്ട്രാക്ഷൻ കോള്, അതായത് കൽക്കനിയലെ ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞൊരു ബാനിങ് ആണ് വരുന്നത്. ആ ബാനിങ് കൊണ്ടുവരുന്നത് നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ NGT. അവരെന്താ ചെയ്യുക, ഒരു യുറാനിയം പ്ലാന്റ് അവിടെ സെറ്റപ്പ് ചെയ്യാൻ വേണ്ടി വില്ലേജ് ഖാസി ഹിൽസ് ഡിസ്ട്രിക്റ്റില് ഇങ്ങനെ ഒരു യുറേനിയം പ്ലാന്റ് ചെയ്യണം എന്ന് വന്നപ്പോൾ അതിനെ പ്രൊട്ടസ്റ്റ് ചെയ്യാനായിട്ട് ആൾക്കാർ ഇറക്കി തുടങ്ങി. കാരണം നമ്മള് കുറെ 5-10 മാസങ്ങൾക്ക് മുമ്പുണ്ടായിരുന്നു ഈ കൽഖനികളിൽ ആള് താഴെ ഖനി മൈനിലേക്ക് ഇറങ്ങിപ്പോകുന്ന ആൾക്കാര് ട്രാപ്പിൽ പെട്ടുപോകും. അറിയില്ല, പെട്ടെന്നായിരിക്കും വെള്ളം കയറുക, പെട്ടെന്നായിരിക്കും ഗ്യാസ് വരിക. ഒരുപാട് ആൾക്കാർ ഖനിയിലെ ട്രാപ്പിൽ പെടാറുണ്ട്. അവിടെ അത് മാത്രമല്ല, മൈനിൽ വർക്ക് ചെയ്യുന്നവർക്ക് മരണം സംഭവിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ ഇങ്ങനെ ഈ എക്കോണമീനെ എക്സ്ട്രാക്ട് ചെയ്ത് ലോക്കൽ ലൈഫ്, റിലീജിയനും, അതായത് ആ റീജിയൻ മുഴുവൻ ഇതിന്റെ പരിണാമമായിട്ട് അവർ, പക്ഷെ എന്നിട്ടും അവർ നിർത്തുന്നില്ല. ഖനികളിൽ പോയി കൽക്കരി എടുക്കുക അല്ലെങ്കിൽ ബാക്കിയുള്ള നാച്ചുറൽ റിസോഴ്സസ് എടുക്കുന്നത് കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. നാഗാലാൻഡിലും എക്സ്പ്ലോയിറ്റേഷൻ ഇതേമാതിരി നടക്കുന്നുണ്ട്. അപ്പൊ ഈ ഇക്കണോമിക് പോളിസീസ് നാഗാലാൻഡിലും, അത് ന്യൂ ഇക്കണോമിക് പോളിസീസിൽ കൂടെ ഒരു ലാൻഡിനെ അക്വയർ ചെയ്യുന്നതും നാച്ചുറൽ റിസോഴ്സസ് എത്ര എടുക്കാന്നുള്ളതൊക്കെ ഒരു ചെക്കാണ് വരുന്നത്. എക്സ്റ്റൻഷൻ വരുമ്പോൾ ഈ എക്സ്റ്റൻഷന്റെ അവൈലബിലിറ്റി, ലാൻഡിന്റെ അവൈലബിലിറ്റിയും, അതേമാതിരി മൈനിങ്, മേഘാലയയില് 5000 ഏക്കർ ഓഫ് ലാൻഡ് ആണ് എടുത്തിട്ട് മൈനിങ് ചെയ്യുന്നത്. മൈനിങ് കുഴിച്ച് താഴെ പോയി കൽക്കരി എടുക്കുക. 1947 മുതൽ 2000 വരെ. പിന്നെ 585% 9.2 ഏക്കറാണ് ലാൻഡ് മേഘാലയയില് മൈനിങ് പർപ്പസിന് യൂസ് ചെയ്തത്. ഈ ഏരിയയൊക്കെ ടെറിട്ടോറിയൽ ഡിസ്പ്യൂട്ട്സ് ഉള്ള സ്ഥലങ്ങളാണ്, അതായത് അതിർത്തി പ്രശ്നങ്ങളുള്ളതാണ്. അത് മേരാപ്പാനി എന്ന് പറയും. ബോർഡറില് നാഗാലാൻഡ് ആസാം ടെറിട്ടോറിയൽ ഡിസ്പ്യൂട്ട് ഉണ്ട്. ആ ഭാഗം മിനറൽസ് ഒരുപാടുള്ള സ്ഥലമാണ്. അത് മാത്രമല്ല 2 സ്റ്റേറ്റിനും, നാഗാലാൻഡിനും ആസാമിനും ഇതിൽ റവന്യൂ വേണം എന്നുള്ളതായിരുന്നു ഇഷ്യൂ. ഇനി ത്രിപുരയിൽ നോക്കുമ്പോൾ ത്രിപുരയുടെ നാച്ചുറൽ ഗ്യാസ് ആണ് എക്സ്പ്ലോയിറ്റ് ചെയ്യുക. ഗ്യാസ് മൈനിങ്ങിലുള്ള ഗ്യാസ്, അതിന്റെ മൈനിങ് റിവൈവ് ചെയ്ത് വരുന്നത് റീഫോം പീരീഡിലാണ്. മണിപ്പൂരിലും ഇതേമാതിരി ഒരു എക്സ്പ്ലോറേഷൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. റീസെന്റ് ആയിട്ടുള്ള ഡെവലപ്മെന്റ് ആണത്.
ഇനി നമുക്ക് ഇനി ടെറിട്ടോറിയൽ ഏരിയയിൽ കൂടെ പോകുമ്പോൾ എന്തൊക്കെയാണ് വരുന്നതെന്ന് നോക്കാം. ടെറിട്ടോറിയൽ ഏരിയയില് ഈ അഗ്രികൾച്ചറും ഇൻഡസ്ട്രിയും ടോപ്പോഗ്രഫി അനുസരിച്ചാണ് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇവിടെ ഡെവലപ്മെന്റ് സെക്ടറിൽ നോർത്ത് ഈസ്റ്റിലും സർവീസ് സെക്ടറായ ടെറിട്ടറി സെക്ടർ ബാങ്കിങ്, ഇൻഷുറൻസ്, ട്രാൻസ്പോർട്ട്, കമ്മ്യൂണിക്കേഷൻ, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ബാക്കിയുള്ള സർവീസായ ഹെൽത്ത്, കൂടാണ്ട് എഡ്യൂക്കേഷൻ, സാനിറ്റേഷൻ, ഇതൊക്കെയാണ് ഇവിടെ ഈ ഭാഗത്ത് ഡോമിനന്റ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഈ ടെറിട്ടറി സെക്ടറിൽ ഗ്രോത്ത് ഇങ്ങനെ ഫാസ്റ്റർ ആയിട്ട് വരുമ്പോൾ നോർത്ത് ഈസ്റ്റേൺ സെക്ടറിനെ കാട്ടില് ബാക്കിയുള്ള കണ്ടികളെ കാട്ടി ഇത് കൂടുതലായിട്ട് വരുന്നു. അപ്പോൾ ഇവിടെ ഒരു സ്റ്റഡി നടത്തുകയാണ് മണിപ്പൂരിൽ. ആ സ്റ്റഡിയിൽ കാണുന്ന നമ്മൾ എന്താ കാണുന്നത് വെച്ചാല് 1909 കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വരുന്ന നെറ്റ് സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് അത് എടുത്തിട്ട് അതിന്റെ കാറ്റഗറിയിൽ എക്കണോമിനെ ടെററൈസ് ചെയ്ത് എക്കോണമിയാക്കി മാറ്റുന്നു. ഇതിന്റെ കമ്പാരിസണില് പ്രൈമറി സെക്ടർ എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് അഗ്രികൾച്ചർ, ഫോറസ്റ്ററി, ലോഗിങ്, മൈനിങ്, ക്വാറി, അതിന്റെ ക്വാറിന്റെ ഇൻഡിവിജ്വൽ സ്റ്റേറ്റിൽ വരുമ്പോൾ. ഇനി സെക്കൻഡറി സെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്ന് വെച്ചാല് ലോ ഇൻവെസ്റ്റ്മെന്റ്, ചെറിയ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് നോർത്ത് ഈസ്റ്റേൺ ഇന്ത്യയിൽ പല വിധത്തിലുള്ള യൂണിറ്റ്സ് സെക്കൻഡറി സെക്ടറിൽ ആസാമിൽ തുടങ്ങി. അതേമാതിരി നാഗാലാൻഡിലും മണിപ്പൂരിലും അതായത് മണിപ്പൂരിൽ ചില ഡിക്ലെയർഡ് സിക്കായിട്ടുള്ള കമ്പനികളുണ്ട്. അതിനെയും ഇവിടെ കമ്പാരിസൺ നമ്മൾക്ക് നോക്കണം. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് 2 കോമ്പോണൻസ് ആണ് സെക്കൻഡറി സ്റ്റേറ്റിൽ, അതായത് മാനുഫാക്ചറിങ് ആൻഡ് കൺസ്ട്രക്ഷൻ. മാനുഫാക്ചറിംഗ് എന്ന് വെച്ചാൽ ഉണ്ടാക്കുക, കൺസ്ട്രക്ഷൻ നമുക്ക് കെട്ടിയുണ്ടാക്കുക. ഈ ഇതിന് സെക്ടറിന്, സെക്കൻഡറി സെക്ടറിന് ഇവിടെ ഡിഫറെന്റ് സ്റ്റേറ്റ്സ് ഉണ്ട്. നോർത്ത് ഈസ്റ്റേണിലെ ട്രഡീഷണൽ ഇൻഡസ്ട്രീസ് ആണ്. മാത്രമല്ല ഇത് ഓൾവേസ് സിക്കായിട്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ സഫീഷ്യന്റ് ആയിട്ടുള്ള ക്യാപിറ്റൽ ഇല്ലെങ്കിൽ സെവറൽ യൂണിറ്റ് ക്ലോസ് ഡൗൺ ചെയ്യും. അപ്പോൾ എന്താ നമുക്ക് കാണാൻ പറ്റുന്നത്, മണിപ്പൂരില് ഇതേമാതിരി ലാർജ് ആൻഡ് മീഡിയം ഇൻഡസ്ട്രീസ് ഉണ്ടായിരുന്നു. വെർച്വലി നോൺ എക്സിസ്റ്റന്റ് ആണെങ്കിൽ കൂടെയും ഒരു സ്റ്റഡി നടത്തിയിട്ട് അതിൽ സെൽക്കൂച്ചി സിൽക്ക് ക്ലസ്റ്റർ എന്ന് പറഞ്ഞിട്ട് ആസാമിൽ തുടങ്ങുന്നുണ്ട്. ഓൺ അക്കൗണ്ട് എന്റർപ്രൈസസിനാണ് അത് പറയാ, അതായത് സെൽഫ് ഓൺഡ് എന്റർപ്രൈസസിന്. ആ സെൽഫ് ഓൺഡ് എന്റർപ്രൈസസ് മുഖാന്തരം ലാർജ് സെക്ടറിലേക്ക് എന്റർപ്രൈസസ് ആക്കി മാറ്റുന്നു. അപ്പോ ഇവിടെ നമ്മൾ വർക്കേഴ്സിന്റെ കണ്ടീഷൻ എന്തായിരിക്കും? വർക്കേഴ്സിന്റെ കണ്ടീഷൻ എപ്പോഴും പുവറാണ്, എപ്പോഴും പുവർ കണ്ടീഷനിലായിരിക്കും അവര് ജീവിച്ചു പോവുക. സ്കോപ്പില്ല, ക്യാപിറ്റലിസ്റ്റ് എക്സ്പാൻഷൻ അവിടെ സ്കോപ്പ് കിട്ടുന്നില്ല. അങ്ങനെ ക്യാപിറ്റലിസ്റ്റ് ക്ലാസ് ആസാമിലുള്ളവര്, അവരുടെ പേരാണ് മാർവാരീസ്. അവരുടെ ഇക്കണോമിക് ആക്ടിവിറ്റീസ് ഒരു ട്രേഡ് അല്ലെങ്കിൽ ഒരു മെർക്കൻഡൈൽ ഓപ്പറേഷൻ ലെവലിലേക്ക് അങ്ങോട്ട് നിർത്തിയാണ് കൊണ്ടുപോകുന്നത്. കാരണം അവരുടെ കയ്യിലുള്ള റിസോഴ്സസ് വളരെ കുറവാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താന്ന് വെച്ചാൽ ഈ സോഷ്യൽ ക്ലാസ്സസ് ആയിട്ട് പുതിയൊരു ക്ലാസ് ഡെവലപ്പായി വരുന്നുണ്ട്. ആ പുതിയ ക്ലാസ് വരുമ്പോൾ ഈ ട്രഡീഷണൽ ഹൈറാർക്കിയിൽ നിന്ന് സോഷ്യൽ ആൻഡ് ഇക്കണോമിക് റീജിയൻസ് ബ്രിട്ടീഷിന്റെ പീരീഡിലും മൈഗ്രേഷൻ ഈസ്റ്റ് ബംഗാളിൽ നിന്ന്, കിഴക്ക് ബംഗാളിൽ നിന്ന് വന്നിട്ടുള്ളവരും അതേമാതിരി ബാക്കിയുള്ള സ്ഥലത്തു നിന്ന് വന്നിട്ടുള്ളവരും ഇവരെല്ലാവരും കൂടെ എക്സ്പാൻഷൻ വരുമ്പോൾ അവിടെ വന്ന് എക്സ്പാൻഷൻ എന്താ വരുന്നത് വെച്ചാൽ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വരുന്നുണ്ട്. ബാക്കിയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസും ഡെമോക്രാറ്റിക് ചേഞ്ചസും കമ്മ്യൂണിറ്റീസിലുള്ള ചേഞ്ചസും സ്റ്റേറ്റ് പോളിസികൾ പോസ്റ്റ് ഇന്ത്യ പീരീഡാണ്. അവിടെ ഇക്കണോമിക് റീഫോംസ് 1990 വരുന്നുണ്ട്. പുതിയൊരു സെറ്റപ്പ്, പുതിയൊരു സോഷ്യൽ ക്ലാസ് വരുന്നുണ്ട് നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിൽ. ഈ ക്ലാസ് നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിൽ വന്ന പുതിയതായ ക്ലാസ് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമുക്ക് പറയാൻ പറ്റും സോഷ്യൽ ആൻഡ് ഇക്കണോമിക് ഗ്രൂപ്പാണ്. ഇക്കണോമിക് ആൻഡ് സോഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇതിൽ നോക്കുന്നത്. ഇതിന് എന്റർപ്രൈസസ്, ബിസിനസ് പേഴ്സൺസ്, ട്രേഡേഴ്സ്, മിഡിൽ ക്ലാസ്. നമ്മൾ സാധാരണ മിഡിൽ ക്ലാസ് പറയുമ്പോൾ സാലറി മേടിക്കുന്നവരാണ് മിഡിൽ ക്ലാസ് എന്ന് പറയാം.
മിലിറ്ററി എന്താ സാലറി മേടിച്ച് അതുകൊണ്ട് ജീവിച്ചു പോകുന്നവരെ, അപ്പറും അല്ല ലോവറും അല്ല, മിഡിൽ ക്ലാസ് ഇൻകം. പിന്നെ എലൈറ്റ് ആയിട്ടുള്ളവര് യൂത്ത് ഉണ്ട്, അതേമാതിരി എഡ്യൂക്കേഷൻ ഉള്ളവരുണ്ട്, ഇക്കണോമിക് അസറ്റ്സ് ഉള്ളവരുണ്ട്, പൊളിറ്റിക്കൽ പെസൻസും ഉണ്ട്. അപ്പോൾ ഈ കൊളോണിയൽ പീരീഡിൽ കോളനിയുടെ അതോറിറ്റിയോടുകൂടി എടുത്തു കൊണ്ടുപോകുന്ന എക്കണോമിക് ആക്ടിവിറ്റീസ് ഉണ്ട്. അതും ഈ കണ്ടംപററി പീരീഡിലും നടത്തിക്കൊണ്ട് തന്നെയാണ് പോകുന്നത്. ഈ സോഷ്യൽ ക്ലാസസ്, അതായത് നേരത്തെ പറഞ്ഞ മാതിരി മിഡിൽ ക്ലാസ്സിൽ ആരൊക്കെയാ വരുന്നതെന്ന് നോക്കിയാല് ടീച്ചേഴ്സ് ഉണ്ടാവും, ഡെഫിനറ്റ് ആയിട്ട് ടീച്ചേഴ്സ് ഉണ്ടാവും, ലോയേഴ്സ് ഉണ്ട്, ഗവൺമെന്റ് എംപ്ലോയീസ് ഉണ്ട്. അതായത് ശമ്പളം മേടിച്ച് ജീവിക്കുന്നവർ എന്നുള്ള അർത്ഥമാണ് നമ്മൾ ആർട്ടിക്കുലേറ്റ് ക്ലാസ്സസ് എന്ന് പറയും അവരെ. മിഡിൽ ക്ലാസ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് മുഴുവനും സിറ്റീസിലായിരിക്കും. കാരണം ഇവർക്ക് ഇക്കണോമിക് ആയിട്ടുള്ള ഒരു സെറ്റപ്പ്, എവിടെയെങ്കിലും ജോലി ചെയ്തിട്ടാണ് ശമ്പളം കിട്ടുക. അങ്ങനെയാണ് അവര് അവരുടെ കമ്മ്യൂണിറ്റി അഫയേഴ്സിനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ക്ലാസിന്റെ ഡിവിഷൻ, അതായത് ട്രൈബൽസിൽ തന്നെ ക്ലാസ് ഡിഫറൻഷ്യൽ കാണുന്നുണ്ട് നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിൽ. ലാൻഡ് പ്രോപ്പർട്ടി ആണെങ്കിൽ കൂടിയും ഹിൽസിലുള്ള പ്രോപ്പർട്ടി ആണെങ്കിൽ കൂടിയും അരുണാചൽ പ്രദേശിലും ഇൻഡിവിജ്വലൈസേഷൻ ലാൻഡ് ഇല്ല. ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ എന്ന് പറയുമ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് വാലിയിലും സ്ലോപ്പിലും മാറുന്ന ഷിഫ്റ്റിംഗ് ആണ്. അതായത് പ്രോഡക്ട്സ് ഇങ്ങനെ മാറി മാറി വരും. അതിന് മണീഡ് പവർഫുൾ പേഴ്സൺസ് എന്ന് വേണമെങ്കിൽ പറയാം. ഈ ആൾക്കാര് പേഴ്സൺസ് ബിലോങ്ങിങ് ടു ദിസ് ക്ലാസ് വലിയ പ്രോപ്പർട്ടീസ് കമ്മ്യൂണിറ്റി ലാൻഡ് ആണ് അവരുടെ. ഹോർട്ടിക്കൾച്ചർ ഉണ്ട്. ഹോർട്ടിക്കൾച്ചറിൽ കൂടാണ്ട് ടീയും റബ്ബറും പ്ലാന്റേഷൻസും ഉണ്ട്. അപ്പോൾ ഈ റബ്ബർ പ്ലാന്റേഷനിലും ട്രൈബൽസ് ആണ് ചെയ്യുന്നത്. അവരുടെ ഒഫീഷ്യൽ ലാൻഡിന്റെ റെക്കോർഡ് ഈ പണം കൊടുക്കുന്ന ധനികൻ അത് കൊളാട്രൽ ആയിട്ട് മേടിച്ചു വെക്കും. കൊളാട്രൽ എന്ന് വെച്ചാൽ പണയം വയ്ക്കാം. അപ്പൊ ഇതില് തിരിച്ചു ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഇവർക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണ് വരുന്നത് എങ്കിൽ അവരുടെ ലാൻഡ്, ആ ട്രൈബൽ ലാൻഡിനെ ലാൻഡ്ലെസ് ആയിട്ട് മാറിപ്പോവും. കാരണം അത് ഉടമസ്ഥൻ കൊണ്ടുപോകും. അല്ലെങ്കിൽ അങ്ങനെ വരുമ്പോഴാണ് ഈ ട്രൈബൽ കമ്മ്യൂണിറ്റി അരുണാചൽ പ്രദേശിൽ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. ഈ ക്ലാസ് ഫോർമേഷൻ കാരണം ട്രൈബൽസില് കമേഴ്സ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചറിലേക്കാണ് അവർ എത്തിപ്പെടുന്നത്. ഈ കൊളാബറേഷൻ ഇങ്ങനെ വരുമ്പോൾ മാർക്കറ്റ് ഫോഴ്സസും ഗവൺമെന്റും തമ്മിലാണ് പ്രശ്നങ്ങൾ ഉദിക്കുക. ഇതിന് നമുക്ക് ഇതിന്റെ ഒരു ജനറലായിട്ട് നോക്കുകയാണെങ്കിൽ ഈ സൊസൈറ്റീനെ, ട്രൈബൽ സൊസൈറ്റിക്ക് ക്ലാസ്ലെസ് എന്ന് പറയും. നാഗാലാൻഡിലും നാഗാസ് എന്നുള്ളവരാണ് ഈ ഫോർമേഷനിലേക്ക് വരുന്നത്. അത് കൂടാണ്ട് ഈ ക്ലാസ് ഫോർമേഷനിൽ വരുമ്പോൾ അർബനൈസേഷൻ, ക്രിയേറ്റിംഗ് എംപ്ലോയ്മെന്റ്, അൺഎംപ്ലോയിഡ് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള അൺഎംപ്ലോയിഡ് ഉണ്ട്, നാഗാസ് ഉണ്ട് നാഗാലാൻഡില്. അങ്ങനെയാണ് നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു നിയോ പാട്രിമോണിയൽ കൾച്ചർ അവിടെ നാഗാലാൻഡിലുണ്ട്. മേഘാലയയിൽ ഓൾസോ ഒരു പ്രത്യേകതരമായ ഗ്രൂപ്പ് പുതിയതായിട്ടുള്ള ഒരു കമ്പനികൾ അല്ലെങ്കിൽ എന്റർപ്രൈനേഴ്സേഴ്സ് വരുന്നത് മൈനിങ് ചെയ്യുന്നവരും റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഒക്കെ പതുക്കെ തുടങ്ങി അവിടെ. പിന്നെ നാച്ചുറൽ റിസോഴ്സസ് ആയ കൽഖനീനെ എടുക്കാനും എൻവയറമെന്റൽ ഡിഗ്രഡേഷൻ നടത്തി ഡിപ്ലേഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസ് അവരെടുക്കുന്നു. അപ്പോൾ ഈ എമർജൻസ് ആയ എന്റർപ്രൈഷ്യൽ ക്ലാസ്സസും പൊളിറ്റിക്കൽ ക്ലാസ്സും തമ്മിലുള്ള ഒരു സിവിൽ സൊസൈറ്റിയാണ് അവിടെ ഫോർമേഷൻ വരുന്നത്. കൂടാതെ പെറ്റീഷൻ, അതായത് സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷൻ, NGT എന്ന് പറയും, നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ നമ്മൾ നടത്തല്ലോ. അവര് ഗ്രീൻ ചാനല് കോൾ മൈനിങ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നു ജനീറ്റ ഹിൽസില്. അപ്പൊ ഹിൽസില് ചെയ്യാൻ പാടില്ല, കൽക്കരി എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞാലും 2008 ഈ സോഷ്യൽ ആക്ടിവിറ്റീസ് വയലന്റ് ആയിട്ട് അറ്റാക്ക് ചെയ്യപ്പെടുന്നു. കാരണം അവര് ഇല്ലീഗലായിട്ട് കോൾ മൈനിങ് ചെയ്യാണ്. അപ്പൊ അവരെ ആൾക്കാര് അറ്റാക്ക് ചെയ്യുന്നു. അതേമാതിരി തന്നെ ഈ മൈൻസില് കൽക്കരികളിൽ കുറെ പേര് ട്രാപ്പായി പെടുന്നുണ്ട്.
ആ ട്രാപ്പായി പെട്ടുപോയവരുടെ ശവശരീരം ഇതുവരെ കിട്ടാൻ പറ്റിയിട്ടില്ല. കാരണം വളരെ ഡീപ്പിലാണ്, അല്ലെങ്കിൽ എടുക്കാൻ പറ്റുന്നില്ല. നമ്മള് പേപ്പറിലൊക്കെ കണ്ടിരുന്നല്ലോ, പെട്ടെന്ന് വെള്ളം കയറുന്നു, താഴ്ന്ന് വെള്ളം കയറുന്നു എന്നൊക്കെ. അപ്പൊ മൈനിങ് ഇപ്പോഴും ഒരു പ്രശ്നമായിട്ടുള്ള ഒരു ഭാഗമായിട്ട് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഇനി അത് കൂടാണ്ട് അവിടത്തെ പ്രശ്നങ്ങൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ദാരിദ്ര്യവും അൺഎംപ്ലോയ്മെന്റും. അൺഎംപ്ലോയ്മെന്റും ബാക്ക്വേർഡ്നെസ്സും ആങ്സൈറ്റിയും സോഷ്യൽ അൺട്രസ്റ്റ് കൊണ്ടുവരുന്നുണ്ട്. ഇവിടെ ഈ ഇൻഫ്രാസ്ട്രക്ചർ വേണം. അരുണാചൽ പ്രദേശിലും ആസാമിലും മണിപ്പൂരിലും ഹയർ ഹാൻഡ് ആണ് പോവർട്ടി റേഷ്യോ നാഷണൽ ആവറേജിൽ നോക്കുമ്പോൾ. റൂറൽ പോവർട്ടിയാണ് കൂടുതലായിട്ട് നമുക്ക് കാണുന്നത്. ഇത് കൂടാതെ നമ്മളുടെ റീസൺ, ഇതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ അരുണാചൽ പ്രദേശില് റൂറൽ പോവർട്ടി അല്ലെങ്കിൽ ദരിദ്രം കൂടുതലായിട്ട് വരുന്നു. ഇതിനെ കുറച്ച് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റിലെ കമ്പയർ ചെയ്യുമ്പോൾ 2 decades ഓഫ് ലിബറലൈസേഷൻ നടക്കുന്നുണ്ട്. ഇതിനെ കൂടാതെ ഈക്വലായിട്ട് നമുക്ക് ഒരു എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് കുറവായിരുന്നു. മാത്രമല്ല ട്രഡീഷണൽ സെക്ടറിൽ പ്രൊവൈഡ് ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ എംപ്ലോയ്മെന്റ് ഇല്ല. അപ്പൊ അങ്ങനെ വരുമ്പോഴും ഈ പ്രശ്നങ്ങൾ കൂടുതലായിട്ട് വരും. യൂത്തിന്റെ, അതായത് യങ് ആയിട്ടുള്ള യൂത്തിന്റെ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് നോക്കുകയാണെങ്കിൽ, പെർസെന്റേജിൽ നോക്കുകയാണെങ്കിൽ നാഗാലാൻഡിൽ 56%, 35% മണിപ്പൂരില്, 26.8% മിസോറത്തില്, 27% ആസാമില്, 26% അരുണാചൽ പ്രദേശില്. അപ്പൊ നമുക്ക് ഈ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് വരുമ്പോൾ ഇന്ത്യയുടെ ആവറേജ് റേറ്റ് നോക്കുകയാണെങ്കിൽ 17.8%. അത് മാത്രമല്ല ആഹാരമില്ലായ്മ വരിക, ഫുഡ് ഡെഫിഷ്യൻസി വരിക, അത് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിൽ വളരെ കോമൺ ആയിട്ടുള്ള ഒരു പ്രശ്നമായിട്ട് വരും. ഇതിന്റെ ഇവരുടെ പ്രശ്നങ്ങൾ കൂടി വരുന്ന പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം കൊണ്ടുവരുന്നു. പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം വഴിയും ഈ പെരനിയൽ ആയിട്ടുള്ള ഈ പ്രോപ്പർട്ടീസ് എങ്ങനെയാണ് കൊടുക്കാൻ പറ്റുക എന്നാണ് ഗവൺമെന്റ് നോക്കുന്നത്. ഇൻഫ്രാസ്ട്രക്ചർ ആയ ട്രാൻസ്പോർട്ട്, ഹോസ്പിറ്റല്, അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ അത്രയും വലുതായിട്ട് ഡെവലപ്പ് ആയിട്ടില്ല. പിന്നെ നമ്മൾ കൊടുക്കുന്ന പ്രയോറിറ്റി എവിടെ വെച്ചാൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ചെയ്തിട്ട് ഇന്റേണൽ കണ്ടീഷൻസ് നന്നാക്കി എടുക്കുക. വില്ലേജേഴ്സിന് ബേസിക് ഫെസിലിറ്റീസ് ഒന്നുമില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവരുടെ ഹെൽത്തും എഡ്യൂക്കേഷൻ ഫെസിലിറ്റീസും കുറവായി പോകുന്നു. ഇതൊക്കെ ഷിഫ്റ്റ് ചെയ്ത് വരുന്നത് ഗുവാഹട്ടിയിലും ഷില്ലോങ്ങിലാണ്. അപ്പൊ ഇങ്ങനെ അൺഎംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസും ദാരിദ്ര്യവും കാരണം നോർത്ത് ഈസ്റ്റ് ഇന്ത്യ അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിലെ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. മാത്രമല്ല 1990 മൈഗ്രേഷൻ, അത് വേറൊരു ഫിനോമിനയായിട്ട് നമുക്ക് നോക്കാൻ പറ്റും. മൈഗ്രേഷൻ ആൾക്കാർ പോവുക. അപ്പൊ മൈഗ്രേഷൻ നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റിൽ നിന്ന് വളരെ കാര്യമായിട്ട് നടന്നു വരികയും അതേമാതിരി ട്രെൻഡ് ഓഫ് മൈഗ്രേഷൻ പല സ്റ്റേറ്റിൽ നിന്ന് നോർത്ത് ഈസ്റ്റ് ഇന്ത്യക്കും, എക്സ്പെഷ്യലി പറയുകയാണെങ്കിൽ ഡൽഹി, ഗുർഗാം, മുംബൈ, ബാംഗ്ലൂരു, അത് ബാക്കിയുള്ള സിറ്റികൾ, ഫാമിലീസ് മൈഗ്രേറ്റ് ചെയ്ത് അവരുടെ ഫിനാൻഷ്യൽ സപ്പോർട്ടാണ് അവരുടെ ഫാമിലികൾക്ക് കിട്ടുന്നത്. ഈ മൈഗ്രൻസ് അതർ സ്റ്റേറ്റ്സിലേക്ക് അയക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ നമുക്ക് ഇവിടെ കാണാൻ പറ്റുമല്ലോ, പല ആൾക്കാരെ എറണാകുളത്തും കാണുന്നുണ്ട്. ഈ ഭാഗങ്ങളിൽ നിന്ന് ഇവിടെ വന്ന് പണിയെടുക്കുന്നവര്. ഇവര് പണിയെടുക്കാൻ പറ്റുന്ന ചില ഏരിയകളുണ്ട്. ആ ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാല് ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രി. ഇവരൊക്കെ ഷോർട്ടായിരിക്കും, പിന്നെ കളർ നല്ല വെള്ള കളർ, വൈറ്റ് കളറായിരിക്കും. അവരുടെ രൂപ സാദൃശ്യം വളരെ സോഫ്റ്റ് ആയതുകൊണ്ടും അവരെ ഹോസ്പിറ്റാലിറ്റി ഹോട്ടൽസിലും അതേമാതിരിയുള്ള ഹോസ്പിറ്റാലിറ്റിയിലെ ഇൻഡസ്ട്രീസിൽ വരാറുണ്ട്. അതേമാതിരി സ്പാസ് എന്ന് പറയുമ്പോൾ ഇവര് എന്താ പറയാ, നമ്മള് റെസ്റ്റോറൻറ്റിൽ കാണാറുണ്ട്, സലൂണിൽ കാണാറുണ്ട്, ബ്യൂട്ടി പാർലറിൽ കാണാറുണ്ട്. ഈ മൈഗ്രേഷൻ കൂടുതലും മണിപ്പൂരിൽ നിന്നും വരുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ഈ ഭാഗങ്ങളിൽ നിന്നുള്ളവരാണ് ഇവിടെ
പല ഏരിയയിലും വർക്ക് ചെയ്യുന്നു, ടെറിട്ടോറിയൽ വർക്കിൽ ചെയ്യുന്നു. ഇതോടുകൂടി നമ്മൾ ഈ ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. നമുക്കിനി അടുത്ത ചാപ്റ്ററിലേക്കാണ് ഞാൻ പോകുന്നത്. അടുത്ത ചാപ്റ്റർ എന്ന് വരുമ്പോഴത്തേക്കും അവിടെ നമ്മൾ വരുന്നത് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ, അതായത് 26 നവംബർ 1949 ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ അഡോപ്റ്റ് ചെയ്യുന്നത് ആദ്യകാലത്ത്. അത് കഴിഞ്ഞ് 2 മാസത്തോളം അഡോപ്ഷൻ. കാരണം നമ്മള് 26 ജനുവരി 1950 ആണ് നമ്മൾ ശരിയായ റിപ്പബ്ലിക് ആയിട്ട് വരുന്നത് കമൻസ്മെന്റ് പ്രകാരം. പക്ഷെ ഈ കമൻസ്മെന്റ് പ്രകാരം നമ്മൾ എലക്ഷൻസ്, പ്രൊവിൻഷ്യൽ പാർട്ടീസ്, ടെറിട്ടോറിയൽ കാര്യങ്ങള്, ട്രാൻസിഷണൽ പ്രൊവിഷൻസ് ഒക്കെ 26 നവംബർ 1949 തന്നെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതിന് നമ്മൾ 26 ജനുവരി വേണം അച്ചീവ്മെന്റ് എന്നുള്ളത് കൊണ്ടുവരുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒരു പൂർണ്ണ സ്വരാജ് എന്നുള്ള ഒരു ആന്തോളനം ഉണ്ടായിരുന്നു. അപ്പൊ ആ സമയത്താണ് അവര് നാഷണൽ ഇൻഡിപെൻഡൻസ് ഡേ 30-ാം തീയതി 1930 തൊട്ട് നാഷണൽ ഫ്ലാഗ് ഹോസ്റ്റിംഗ് ചെയ്യുന്നത് 26 ജനുവരിയാണ്. അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് നമ്മൾ റിപ്പബ്ലിക് ഡേയും അതേമാതിരി പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഡിസ്ട്രിക്ട് കൗൺസിലില് ഇത് എന്തിനാന്ന് വെച്ചാൽ ആ ഓരോ ക്രിയേഷനാണ്, കോൺസ്റ്റിറ്റ്യൂഷണൽ ഡിവൈസസും അതിന്റെ ഓട്ടോണമസ് ആയിട്ടുള്ള റൈറ്റ്സ്, ആൾക്കാരുടെ റൈറ്റ്സ് എന്താണെന്നുള്ളതാണ് ഇതിൽ കൂടെ പോകുന്നത്. നമ്മൾ ഇവിടെ 1919 അതേമാതിരി 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് നടത്തിയിട്ടുണ്ട്. ഈ ആക്ടിൽ കൂടെ എല്ലാവർക്കും കിട്ടുന്ന ബേസിക് റൈറ്റ്സ് എന്താണ്, ഇന്ത്യൻ സിറ്റിസൺ ആയാലും അല്ലെങ്കിലും എന്താണ് കിട്ടുന്നത്, ലെജിസ്ലേഷൻ എന്താണ്, എക്സിക്യൂട്ടീവ് എന്താണ്, ജുഡീഷ്യറി എന്താണെന്നൊക്കെയാണ് നമ്മൾ പരാമർശിച്ചു പോകുന്നത്. ഈ സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ അതിന്റെ ഹെൽപ്പോടുകൂടി ഇന്ത്യയുടെ ഡെമോക്രസീനെ സ്ട്രോങ് ആക്കി കൊണ്ടുവരുന്ന കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഉണ്ടാക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നു. അതിനുശേഷം ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, വാല്യൂസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു കൊളോണിയൽ പീരീഡ് ടൈമില്. അത് മാത്രമല്ല ഈ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഉണ്ടാവുന്നുണ്ട്. ഈ അസംബ്ലി ഉണ്ടാക്കി ഡിസ്കഷൻസ് ഒക്കെ നടത്തി പല വിധത്തിലുള്ള 3/4 സെഞ്ചുറി ആയിട്ടുള്ള ആക്ട് കൊണ്ടുവന്നുണ്ട് 1858 തൊട്ട് 35 വരെ. അതേമാതിരി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1919, പിന്നത്തെ ആക്ട് വരുന്നത് 1935. ഇങ്ങനെയൊക്കെ നോർത്ത് ഈസ്റ്റ് ഇന്ത്യയുടെ ആ എടുത്താണ് ബ്രിട്ടീഷ് ഓക്യുപ്പൈഡ് ചെയ്തുള്ള ടെറിട്ടറീസും അതേമാതിരി നമ്മൾക്ക് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ 1935 റീഡിസൈൻ ചെയ്യുന്നുണ്ട്. ബാക്ക്വേർഡ് ട്രാക്സ് എക്സ്ക്ലൂഡ്, കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതാണ്, എക്സ്ക്ലൂഡഡ് ആൻഡ് പാർഷ്യലി എക്സ്ക്ലൂഡഡ്. അത് നമ്മളുടെ കാലഘട്ടത്തിൽ, അതായത് ബ്രിട്ടീഷിന്റെ കാലഘട്ടത്തിൽ ചില ഭാഗങ്ങൾ രാജകുടുംബത്തിന്റെ കൺട്രോളിലായിരുന്നു. അതിനെയും നമ്മൾ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ കൊണ്ടുവരുമ്പോൾ എടുത്ത് പരാമർശിച്ചിട്ടുണ്ടായിരുന്നു. അതില് അസംബ്ലിയില് നോർത്ത് ഈസ്റ്റ് ഇന്ത്യയില് പ്രത്യേകമായിട്ട് എടുത്തു പറയുകയാണെങ്കിൽ ആസാം, ത്രിപുര ആൻഡ് മണിപ്പൂർ. ഇവിടെ ഔട്ട്ബ്രേക്ക് നമ്മുടെ രണ്ടാമത്തെ വേൾഡ് വാർ വരികയും ഫോർമേഷൻ, അതായത് ബ്രിട്ടീഷില് ന്യൂ കോയലേഷൻ ലേബർ സപ്പോർട്ട് കൂടിയിട്ടുള്ള ഗവൺമെന്റ് വന്നപ്പോഴാണ് ഈ അർജൻസി വരുന്നത്. നമ്മുടെ ഇന്ത്യയില് സോൾവ് ചെയ്യണം, കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയില് സോൾവ് ചെയ്യണം എന്നുള്ള ഒരു അർജൻസി വരികയും അതിനുശേഷം അവര് 2 മിഷൻ അയച്ചിട്ടുണ്ട്. നിങ്ങളൊക്കെ ഹിസ്റ്ററിയിൽ പഠിച്ചിട്ടുള്ളതാണ്. ക്രിപ്സ് മിഷൻ 1942, ക്യാബിനറ്റ് മിഷൻ 1946. കാരണം ഈ ഫോർമേഷൻ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിന്റെ ഫൈനൽ സ്റ്റേജിൽ ഇരിക്കുന്ന സമയത്താണ് ഇത് രണ്ടും വരുന്നതും. അതിന്റെ ബേസ്മെന്റ് വെച്ചിട്ടാണ് നമ്മൾ ഇപ്പോൾ ആദ്യം നോക്കാൻ പോകുന്നത് ക്രിസ്പ് മെഷീനെ പറ്റിയാണ്. 1942 ഇതില് ക്യാബിനറ്റ് മിനിസ്റ്റർ ഉള്ള ലെവലില് സർ സ്റ്റാഫോർഡ് ക്രിപ്സ് വരുന്നുണ്ട്. ആ ഡ്രാഫ്റ്റ് പ്രപ്പോസൽസ് ഉണ്ടാക്കുകയാണ്, കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എങ്ങനെയായിരിക്കണം എന്നുള്ളത്. രണ്ടാം വേൾഡ് മഹായുദ്ധത്തിന് ശേഷമാണ് ഇത് വരുന്നത്. അപ്പോൾ ഇവിടെ മുസ്ലിം ലീഗും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും അത് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവരുടെ വിസിറ്റിന്റെ സമയത്ത്, ക്രിപ്സിന്റെ വിസിറ്റിന്റെ സമയത്ത്
ക്രിപ്സ് മിഷൻ എന്നാണ് ഇതിന് പേര് കൊടുത്തത്. ആ ഡ്രാഫ്റ്റിൽ നോമിനേറ്റ് ചെയ്തിരുന്ന കാര്യങ്ങൾ ഗ്രാൻഡിങ് ഡൊമീനിയൻ സ്റ്റേറ്റസ് ടു ഇന്ത്യ, അതായത് ഈക്വൽ പാർട്ട്ണർഷിപ്പ് ബ്രിട്ടീഷ് കോമൺവെൽത്ത് നേഷൻസിനും ഫോർമേഷൻ ഓഫ് ഇന്ത്യൻ യൂണിയൻ, അതിന്റെ കൂടെ കൺസിസ്റ്റ് ചെയ്ത് വരുന്ന പ്രോവിൻസസ്, അതായത് കൺസിസ്റ്റ് ചെയ്ത് വരുന്ന പ്രോവിൻസസ് എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ കൺട്രോളിലുള്ള ഇന്ത്യ. അതേമാതിരി ഇന്ത്യൻ സ്റ്റേറ്റ്സ്, ഇത് ഇന്ത്യൻ സ്റ്റേറ്റ്സ് എന്ന് പറയുമ്പോൾ രാജാക്കന്മാർ, ഇവിടുത്തെ രാജാക്കന്മാർ ഭരിക്കുന്ന ഭാഗങ്ങൾ. ഇങ്ങനെ വന്നപ്പോൾ ഏതെങ്കിലും ഒരു പ്രോവിൻസ് അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറല്ലെങ്കിൽ ഫ്രീ ടു റിട്ടേൺ അവരുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ പൊസിഷൻ എന്നൊരു കണ്ടീഷൻ വരുന്നു. ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ അസംബ്ലി പാർട്ടി മെമ്പർഷിപ്പിന്റെ കാര്യവും ഇത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും മുസ്ലിം ലീഗും ഈ പ്രപ്പോസൽസ്, അതായത് അവര് പറഞ്ഞ ക്രിപ്സ് മിഷൻ പറഞ്ഞ പ്രപ്പോസൽസ് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവുന്നില്ല. അതിന്റെ കൂടെ മുസ്ലിം ലീഗ് ഡിമാൻഡ് ചെയ്യുന്നുണ്ട് 2 കമ്മ്യൂണൽ പ്രോവിൻസസ് ആയിട്ട് മാറ്റണം. അതായത് നമ്മൾ കേട്ടിട്ടുണ്ടോ ബൈ നേഷൻ പോളിസി, ഇന്ത്യയും പാകിസ്ഥാനും മാത്രമല്ല 2 കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലീസും വേണമെന്ന് അവര് ആവശ്യപ്പെടുന്നു. ഇനി അടുത്തതായിട്ട് നമ്മൾ പരാമർശിക്കാൻ പോകുന്നത് 1946 ക്യാബിനറ്റ് മിഷൻ വന്നതിനെ പറ്റിയാണ്. ഈ ബ്രിഡ്ജ് അല്ലെങ്കിൽ ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും പ്രശ്നം വന്നപ്പോഴത്തേക്കും ബ്രിട്ടീഷ് ഗവൺമെന്റിന് വേറൊരു ഡെലിഗേഷൻ അയക്കേണ്ട ഒരു കാര്യം വന്നു. ആ വേറൊരു ഡെലിഗേഷന്റെ പേരാണ് ക്യാബിനറ്റ് മിഷൻ പ്ലാൻ. ഇതില് 3 ബ്രിട്ടീഷ് മെമ്പേഴ്സ് വരുന്നുണ്ട്. ക്യാബിനറ്റ് മെമ്പേഴ്സ് ലോർഡ് പാട്രിക് ലോറൻസ്, സർ സ്റ്റിഫോർഡ് ക്രിപ്സ് ആൻഡ് മിസ്റ്റർ AV അലക്സാണ്ടർ. അതുകൊണ്ടാണ് ആ മിഷന് തന്നെ അങ്ങനെ ഒരു പേരും വരുന്നത്. അപ്പൊ ഈ ക്യാബിനറ്റ് ഡെലിഗേഷൻ വന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെയും മുസ്ലിം ലീഗിനെയും ഒരു അഗ്രിമെന്റിലേക്ക് കൊണ്ടുവരാനാണ് അവരുടെ ശ്രമം. ഇതില് പ്രപ്പോസലിൽ കൂടെ 16-ാം തീയതി 1946 ഇന്ത്യയിലും ഇംഗ്ലണ്ടിലും ഈ ക്യാബിനറ്റ് ഡെലിഗേഷനിൽ കൂടെ റെക്കമെൻഡേഷൻസ് എന്താണെന്ന് നോക്കാം. ആ റെക്കമെൻഡേഷൻ അവർ പറഞ്ഞിട്ടുള്ളത്, ആദ്യമായിട്ട് പറയുന്നത് എന്താന്ന് വെച്ചാല് ഒരു യൂണിയൻ ഓഫ് ഇന്ത്യ വേണം. അതില് ബ്രിട്ടീഷ് ഇന്ത്യയുടെ പ്രോവിൻസസും പ്രിൻസ്ലി സ്റ്റേറ്റ്സും വേണം. ഇതിന്റെ കൂടെ ജൂറിസ്ഡിക്ഷൻ അതിൻ്റെതായ ജൂറിസ്ഡിക്ഷനായ ഫോറിൻ അഫയേഴ്സ്, ഡിഫൻസ്, കമ്മ്യൂണിക്കേഷൻ മാത്രമല്ല എല്ലാ റെസിഡ്യൂറി പവേഴ്സും അതാത് പ്രോവിൻസിനും സ്റ്റേറ്റ്സിനും ആയിരിക്കണം. ഈ യൂണിയനിൽ വരുന്ന എക്സിക്യൂട്ടീവ്, ലെജിസ്ലേറ്റീവ് കൺസിസ്റ്റ് ചെയ്യുന്ന പ്രോവിൻസസും സ്റ്റേറ്റ്സും കമ്മ്യൂണൽ ഇഷ്യൂവിൽ കൂടിയും ലെജിസ്ലേച്ചറിലെ മെജോറിറ്റി ആയിട്ട് വരുന്നതും അത് വോട്ടിംഗ് ചെയ്ത് മെമ്പേഴ്സ് പ്രസന്റ് ചെയ്യുക. വോട്ടിംഗ് റിക്വയർമെന്റ് ആവശ്യമുണ്ട്. വോട്ടിംഗ് ചെയ്യണം. വോട്ടിംഗ് ചെയ്തിട്ട് വേണം അതിന്റെ വരാനായിട്ട്. അപ്പൊ ഈ പ്രോവിൻസസ് അവരുടേതായ ഗ്രൂപ്പ് ഫോം ചെയ്യാനും എക്സിക്യൂട്ടീവ് ഉണ്ടാക്കാനും ലെജിസ്ലേച്ചർ ഉണ്ട് എന്നുള്ള ഒരു ഡിറ്റർമിനേഷൻ ആണ് കൊണ്ടുവരുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ നോർത്ത് ഈസ്റ്റ് ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി എങ്ങനെ കൊണ്ടുവന്നു എന്നാണ്. അവിടെ ക്യാബിനറ്റ് മിഷനിലെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി കൊണ്ടുവരികയും ആ മെമ്പേഴ്സിനെ പ്രൊവിൻഷ്യൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലും റെപ്രസെന്റേറ്റീവ്സ് ആണ് പ്രിൻസ്ലി സ്റ്റേറ്റ്സിലും കൊടുക്കുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും മുസ്ലിം ലീഗും പ്രൊവിൻഷ്യൽ ലെജിസ്ലേറ്റീവിൽ നിന്ന് അവർ റിട്ടേൺ ചെയ്യുന്നു. ഇങ്ങനെ ഡിഫറൻസസ്, അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും ഡിഫറൻസസും ഇന്റർപ്രിട്ടേഷൻ വരുന്നത് ഗ്രൂപ്പ് ക്ലാഷ് എന്ന് പറയും. ആ ഗ്രൂപ്പ് ക്ലാഷ് ക്യാബിനറ്റ് മിഷനിൽ ഗ്രൂപ്പ് ക്ലാഷ് ആയി. അപ്പൊ എന്ത് ചെയ്തു, ഗവൺമെന്റ് ആ സമയത്ത് ഇന്റർഫിയർ ചെയ്തിട്ട് ലീഡേഴ്സിനെ കണ്ട് ലണ്ടനിൽ വെച്ചിട്ട് മുസ്ലിം ലീഗിന്റെ റിക്വയർമെന്റ് കറക്റ്റ് ആണെന്ന് പറയാം. അപ്പോ ഡിസംബർ 6-ാം തീയതി 1946 ബ്രിട്ടീഷ് ഗവൺമെന്റ് ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നു. ഫസ്റ്റ് ടൈം അക്നോളജിങ് എന്താ ചെയ്യുന്നത്, 2 കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലീസ് ആൻഡ് 2 സ്റ്റേറ്റ്സ് അവർ സമ്മതിക്കുകയാണ്. അത് അങ്ങനെ വന്നപ്പോഴത്തേക്ക് എന്തായി, കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി 9-ാം തീയതി 1946 വന്നു.
അതിനെ ബോയ്ക്കോട്ട് ചെയ്ത മുസ്ലിം ലീഗ് ഫർദർ ആയിട്ട് അവരെ പാർട്ടിസിപ്പേഷൻ ചെയ്യാനായിട്ട് മുസ്ലിം ലീഗ് ശ്രമിക്കുന്നു. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി 296 മെമ്പേഴ്സ് ഉണ്ട്. പക്ഷെ 207 മെമ്പേഴ്സ് ആണ് ഈ മുസ്ലിം ലീഗിൽ നിന്ന് വിട്ടുനിന്നത്, ബോയ്ക്കോട്ട് ചെയ്തത്. അപ്പൊ ഇങ്ങനെ ഈ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി നമ്മളുടെ പ്രൊവിൻഷ്യൽ അസംബ്ലി ആയിട്ടും റെപ്രസെന്റേറ്റീവ് അസംബ്ലി ആയിട്ടും വരുന്നു. അതിനെയാണ് നമ്മൾ ആസാമിൽ പാർഷ്യലി എക്സ്ക്ലൂഡഡ് ആൻഡ് പാർഷ്യലി എക്സ്ക്ലൂഡഡ് എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്സ് ഫോർമേഷൻ ഉണ്ടാവുന്നത്. ഇപ്പൊ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ഈ ലൈക്ക് മെമ്പർഷിപ്പ് പ്രൊവിൻഷ്യൽ കൊടുക്കുകയും അതേമാതിരി ആസാമിലും എലക്ട് ചെയ്തിട്ടുള്ള ആസാം ഇൻഡയറക്റ്റ് ഇലക്ഷൻ ആണ് നടത്തുന്നത്. ഇൻഡയറക്റ്റ് ഇലക്ഷൻ വഴി പ്രൊവിഷൻ ക്യാബിനറ്റ് മിഷനിലേക്ക് എത്തുന്നു. ഈ ആസാം നോർത്ത് ഈസ്റ്റേൺ ഇന്ത്യയിലുള്ള ലീഡേഴ്സ് ഗോപിനാഥ് ബർദോളി, ജെയിംസ് ജോയ് മോഹൻ, ബാക്കിയുള്ളവരെല്ലാവരും കൂടെ വളരെ ഒരു ഡിസൈസീവ് ആയിട്ടുള്ള ഒരു റോൾ എടുക്കുകയാണ്. ആ റോളിൽ പറയുന്നത് എന്താ വെച്ചാല് ആർട്ടിക്കിൾ മേക്കിംഗ് 6th ഷെഡ്യൂൾ വേണം കോൺസ്റ്റിറ്റ്യൂഷന്റെ. ആ മാത്രമല്ല ഈ ഗോപിനാഥ് വന്നിട്ട് ലോയറാണ്. അപ്പോൾ കോൺഗ്രസ് ലീഡർ കൂടിയാണ് ആസാമിൽ നിന്ന്. അങ്ങേരെ ജയിലിൽ പോയിട്ടുണ്ട്. ബ്രിട്ടീഷിന്റെ കാലഘട്ടത്തിൽ ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റിൽ ബ്രിട്ടീഷിൽ പോവുകയും അതേമാതിരി ഇവർക്ക് വേണ്ട വിധത്തിലുള്ള ഇത് കൊടുത്തതിന് ശേഷം അവർക്ക് പല വിധത്തിലുള്ള സപ്പോർട്ടുകളും ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട് കോൺസ്റ്റിറ്റ്യൂഷനിൽ. ഇതില് 1921 കാശി ലെജിസ്ലേറ്ററിന് അസാം കൗൺസിലിലേക്ക് എടുക്കുകയും അതേമാതിരി ലെജിസ്ലേറ്റീവ് അസംബ്ലി ആസാം പ്രോവിൻസിലേക്ക് കൊണ്ടുവരുന്നു. അപ്പൊ ഗോപിനാഥ് വളരെ പ്രോമിനന്റ് ആയിട്ട് ഒരു റൂൾ എടുക്കുന്നുണ്ട് 6th ഷെഡ്യൂളില്. ആ സമയത്ത് ഗോപിനാഥ് മിനിസ്റ്റർ 2 ഗവൺമെന്റിന്റെ ഹെഡ് ചെയ്യുന്ന, നമ്മൾ നേരത്തെ പറഞ്ഞു സെയ്ദുള്ള ഇൻഡിപെൻഡൻസ് പ്രീ ഇൻഡിപെൻഡൻസ് പീരീഡിൽ ഉണ്ടായിരുന്നതും പോസ്റ്റ് ഇൻഡിപെൻഡൻസ് പീരീഡിൽ ഉണ്ടായിരുന്നതും മിനിസ്റ്ററാണ് ബർദോളി ഗവൺമെന്റിന്റെ. അപ്പോ ഈ ഹിൽ സ്റ്റേറ്റ് ആയ ക്രിയേഷൻ എന്ന പ്രത്യേകമായ കാശി ജനീറ്റ ഗാറോ സ്റ്റേറ്റ് ഫോർമേഷൻ വരുന്നു. ഇനി നമുക്ക് നോക്കാൻ പറ്റുന്നത് ബാക്കിയുള്ള കമ്മിറ്റികൾ ആരൊക്കെയാണ്. ഈ ബാക്കിയുള്ള കമ്മിറ്റികൾ എന്ന് പറയുമ്പോൾ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിനെ ഡിവൈഡ് ചെയ്തിട്ട് പലവിധ കമ്മിറ്റികളായിട്ട് മാറ്റുന്നു. ഈ കമ്മിറ്റികൾ, ഒന്നാമത്തെ കമ്മിറ്റി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അബ്ഡേക്കർ. യൂണിയൻ പവേഴ്സ് കമ്മിറ്റി ജവഹർലാൽ നെഹ്റു ചെയർമാൻ, 15 ബാക്കിയുള്ള മെമ്പേഴ്സ്. പിന്നെ യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി ജവഹർലാൽ നെഹ്റു ചെയർമാൻ. പിന്നെ വരുന്നത് പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി വരുന്നത് വല്ലഭായ് പട്ടേൽ ചെയർമാൻ, അതിന്റെ കൂടെ 25 മെമ്പേഴ്സ്. പിന്നെ അഡ്വൈസറി കമ്മിറ്റി ഉണ്ട് ഫണ്ടമെന്റൽ റൈറ്റ്സിനെ പറ്റിയും, അത് ചെയർമാൻ വല്ലഭായ് പട്ടേൽ, 54 മെമ്പേഴ്സ്. സ്റ്റിയറിംഗ് കമ്മിറ്റി ഡോക്ടർ കെ എം മുൻഷി ചെയർമാൻ, 3 മെമ്പേഴ്സ് ആണ്. ഡോക്ടർ മുൻഷി, ഗോപാലസ്വാമി അയ്യർ, ഭഗവൻദാസ്. ഈ മുൻഷിയാണ് നമ്മളുടെ ഭവൻ സ്കൂളിന്റെ ഒക്കെ ചെയർമാൻ, അങ്ങനെ വരുന്നത്. പിന്നെ വരുന്നത് നമുക്ക് സബ് കമ്മിറ്റീസ് ആണ്. ഈ സബ് കമ്മിറ്റീസ് വഴി ഫണ്ടമെന്റൽ റൈറ്റ്സും മൈനോറിറ്റി ട്രൈബൽ എക്സ്ക്ലൂഡ്സും നോർത്ത് ഈസ്റ്റേയിലെ എക്സ്ക്ലൂഡഡ് ആയിട്ടുള്ളതും പാർഷ്യലി എക്സ്ക്ലൂഡ് ആയിട്ടുള്ള ഏരിയ വരുന്നു. ഈ ക്യാബിനറ്റ് മിഷൻ വഴി റെക്കമെൻഡേഷൻസ് കൊടുക്കുകയും അതേമാതിരി അഡ്വൈസറി കമ്മിറ്റി ഫണ്ടമെന്റൽ റൈറ്റ്സിന് വേണ്ട അഡ്വൈസറി കൊടുക്കുന്നുണ്ട്. അതിന്റെ ലീഡേഴ്സ് ആയിട്ട് വരുന്നത് കൃപാലിനി ചെയർമാൻ ആണ്. അതേമാതിരി സബ് കമ്മിറ്റിന്റെ ഗോപിനാഥ് ബർദോളി ഉണ്ട് ചെയർമാൻ ആയിട്ട്. ബർദോളി കമ്മിറ്റി ഫോം ആവുന്നു. എക്സ്ക്ലൂഡഡ് ആൻഡ് പാർഷ്യലി എക്സ്ക്ലൂഡഡിന്റെ ബാക്കിയുള്ള ഭാഗങ്ങളുടെ ചെയർമാൻ ആയിട്ട് വരുന്നത് VM താക്കൂർ. ഇനി ബർദോളി കമ്മിറ്റിയിൽ ഈ കമ്മിറ്റി വഴി നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ ഒരു ട്രൈബൽ ഏരിയാസ് ആണ് ആസാം. ആ ട്രൈബൽ ഏരിയ ഇന്ററാക്ട് ചെയ്യുന്ന ഫസ്റ്റ് ഹാൻഡ് നോളേജ് പീപ്പിളിന് വേണ്ടിയും അതേമാതിരി അവരുടെ സെക്ടർ ട്രഡീഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കൊടുക്കുകയും ഡെമോക്രാറ്റിക് നേച്ചർ വേണം എന്നുള്ള ഫങ്ഷനിങ് ആണ് ചോദിക്കുന്നത്. ഇതിൽ കൂടെ അവരുടെ പ്രശ്നങ്ങൾ ഡിസ്പ്യൂട്ട് ഒക്കെ നിർത്തുക, അതേമാതിരി തന്നെ റെവറൻസ് ലാൻഡിൽ കൊടുക്കുക, ഫോറസ്റ്റ് കൊടുക്കുക, ലൈഫ് സ്റ്റൈൽ കൊടുക്കുക, ട്രഡീഷണൽ ജസ്റ്റിസ് സിസ്റ്റം കൊണ്ടുവരിക, ലാംഗ്വേജ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ആ കമ്മിറ്റി സ്പെഷ്യൽ നീഡ്സ് ബർദോളി കമ്മിറ്റി ഐഡന്റിഫൈ ചെയ്യാണ്. ട്രൈബൽ പീപ്പിൾ ആരാണ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്ത്
അവരുടെ ഏരിയ, ഡോമിനന്റ് ഏരിയ കണ്ടുപിടിച്ചിട്ട് അതിനെ ഡീൽ ചെയ്ത് ആസാമിന്റെ കൂടെ കൊണ്ടുവന്ന്, അതേമാതിരി താക്കൂർ കമ്മിറ്റി അവര് എക്സ്ക്ലൂഡഡ്, കമ്മിറ്റിന്റെ എക്സ്ക്ലൂഡ് ചെയ്തിട്ടുള്ളതും പാർഷ്യലി എക്സ്ക്ലൂഡ് ചെയ്താന്ന് കണ്ടുപിടിക്കണം. അപ്പൊ ഇങ്ങനെ ഈ കമ്മിറ്റികൾ വഴി നമ്മൾ റിപ്പോർട്ട്സ് ഉണ്ടാക്കി അതിനെ കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിക്ക് അയച്ചു കൊടുക്കുന്നു. അതിനുശേഷം ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി മെഷേഴ്സ് സ്പെഷ്യൽ ആയിട്ട് റിഗാർഡിംഗ് ആസാം, അതേമാതിരി താക്കൂർ കമ്മിറ്റി ബാക്കിയുള്ള ട്രൈബൽ ഏരിയാസിൽ ഇത് നോർത്ത് ഈസ്റ്റിലൊക്കെ എടുത്തിട്ട് ഇവരെ എക്സ്ക്ലൂഡഡ് ആൻഡ് പാർഷ്യലി എക്സ്ക്ലൂഡഡ് എന്ന് പറഞ്ഞ് റീഡിസൈൻ ചെയ്ത്, അതിനെ റീഡിസൈൻ ചെയ്ത് വരുമ്പോൾ നമ്മൾ പറയുന്ന പേര് ഷെഡ്യൂൾഡ് ഏരിയാസ്. ഈ ഷെഡ്യൂൾഡ് ഏരിയാസിൽ ട്രൈബൽ ഏരിയാസ് ഉണ്ട്, ആസാമും ബാക്കിയുള്ള ട്രൈബൽ ഏരിയാസും ഉണ്ട്. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ എന്തൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി വഴി നമ്മൾ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അംബേദ്കർ വന്നു. അതിനുശേഷം ഈ അംബേദ്കർ ലോ മിനിസ്റ്റർ ആയിരുന്നു ആ കാലഘട്ടത്തിൽ. ആ ചെയർമാൻ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയായി പൈലറ്റ് ആയിട്ടുള്ള ആ ഡ്രാഫ്റ്റ് ഉണ്ടാക്കി ഡ്രാഫ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ചെയ്യുകയും അതിൽ കൂടെ പ്രപ്പോസൽസ് കൊണ്ടുവന്ന് ഈ പ്രപ്പോസൽസ് വഴി നമ്മളുടെ കാര്യങ്ങൾ, അതായത് ഇന്ത്യയിൽ എന്തൊക്കെ നടത്തണം ആണ്. ഈ കമ്മിറ്റി എന്ന് പറയുന്നത് 7 മെമ്പേഴ്സ് ആണ് ഈ എക്സാമിൻ കമ്മിറ്റി ഉള്ളത്. കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയില് 7 മെമ്പേഴ്സ് ആണ് ഉള്ളത്. അതിന്റെ ചെയർമാൻ ആണ് നമ്മൾ പറഞ്ഞ മാതിരി അംബേദ്കർ. അപ്പൊ അംബേദ്കർ പ്രസന്റ് ചെയ്തു, പ്രപ്പോസൽസ് റിപ്പോർട്ട് കൊടുത്തു, അതിന്റെ കൂടെ അഡീഷണൽ റെസൊല്യൂഷൻസും കൊടുത്തു. ആ ഡ്രാഫ്റ്റ് കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂഷനിൽ പബ്ലിഷ് ചെയ്തത് ഫെബ്രുവരി 1948. ഇതിന് ഡിസ്കഷൻ, പല ഡിസ്കഷൻ, ക്ലോസ് ബൈ ക്ലോസ്, ഓരോ വാക്കുകൾ ബൈ വാക്കാണ് ക്ലോസ് ബൈ ക്ലോസ് എന്ന് പറഞ്ഞാൽ ചെക്ക് ചെയ്യുക. എന്നിട്ടാണ് അത് സെവറൽ സെഷൻസിലും കംപ്ലീറ്റ് ചെയ്തത് 1949 ഒക്ടോബർ 17. ഇതിന് ശേഷം ഈ ഡിസ്കഷന് ഒരു സെക്കൻഡ് റീഡിംഗ് കൊടുക്കും. നമ്മൾ ഇപ്പോഴും പാർലമെന്റിൽ എന്ത് ബില്ല് വന്നാലും സെക്കൻഡ് റീഡിംഗ്, തേർഡ് റീഡിംഗ് വരുന്നുണ്ട്. ആ ഡിസ്കഷന് സെക്കൻഡ് റീഡിംഗിലേക്ക് പോകുന്നു. അവിടെ നിന്ന് അഗെയിൻ 14 നവംബർ 1949 പിന്നെയും ഈ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി മീറ്റ് ചെയ്യാണ്. എന്തിനു വെച്ചാൽ ഡിസ്കസ് ചെയ്യാൻ, ഡ്രാഫ്റ്റിൽ ഫർദർ ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റി ഡിസ്കസ് ചെയ്യാനും അതിനുശേഷം ഒരു മൂന്നാമത്തെ വായന, തേർഡ് റീഡിങ്ങിൽ കൊണ്ടുപോകാനും. അങ്ങനെ ആ തേർഡ് റീഡിങ്ങിലും കൊണ്ടുപോയി കഴിഞ്ഞ ശേഷം അത് ഫൈനലൈസ് ചെയ്യുന്നത് ഡേറ്റ് 26 നവംബർ 1949 സിഗ്നേച്ചർ ചെയ്യാണ്. പ്രസിഡന്റ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി അതിനെ സിഗ്നേച്ചർ ചെയ്യുന്നു. സിഗ്നേച്ചർ ചെയ്ത ശേഷം ഇതിനെ കമ്മിറ്റി ഡിസൈഡ് ചെയ്യുന്നു, ഈ 26 ജനുവരി 1950 ആയിരിക്കണം ഇതിന്റെ ഡേറ്റ് ഓഫ് കമൻസ്മെന്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, അതായത് പ്രാബല്യത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. ഈ കമ്മിറ്റി റെക്കമെൻഡേഷൻസ് എല്ലാം അക്സെപ്റ്റ് ചെയ്ത് സിഗ്നേച്ചറും കഴിഞ്ഞിട്ട് കമ്മിറ്റി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ മുമ്പിൽ വയ്ക്കുകയാണ്. അപ്പോ മെയിൻ റെക്കമെൻഡേഷൻ ബർദോളിന്റെ കമ്മിറ്റി എസ്റ്റാബ്ലിഷ്മെന്റിൽ എന്താ പറഞ്ഞില്ല, ഓട്ടോണമസ് ഡിസ്ട്രിക്ട് കൗൺസിൽസ്, റീജിയണൽ കൗൺസിൽസ് ഫോർ ട്രൈബൽ ഏരിയാസ് വിത്തിൻ ദ ആസാം വേണം. അതിനെ അവര് എന്താ ചെയ്തു വെച്ചാൽ ഷെഡ്യൂൾ 6ാമത്തെ ഷെഡ്യൂൾ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് കൊണ്ടുവന്നു. അത് പിന്നെയും വായിച്ച് സ്പെഷ്യൽ പ്രൊവിഷൻസ് കൊടുത്ത് നോർത്ത് ഈസ്റ്റ് ഇന്ത്യയുടെ കാര്യമും ഓട്ടോണമി ഡിസ്ട്രിക്ട് വേണമോ, റീജിയണൽ കൗൺസിൽസ്, അത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പിന്നെ പഠിക്കുന്നതായിരിക്കും, അതും പറഞ്ഞു ഏൽപ്പിച്ചു. ഈ 6th ഷെഡ്യൂളിൽ കൂടെ ഒരു ഡിബേറ്റ്, കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിന്റെ ഡിബേറ്റ് നടത്തുന്നു. ഇതിൽ ബ്രോഡായിട്ട് 2 ഒപ്പോസിംഗ് ആർഗ്യുമെന്റ്സ് ഉണ്ട്, ഇൻ സപ്പോർട്ട് ഓർ ഇൻ ഒപ്പോസിഷൻ. 6ാമത്തെ ഷെഡ്യൂൾ കൊണ്ടുവരണമോ വേണ്ടാമോ എന്നുള്ളത്. അപ്പോൾ ഈ പ്രിൻസിപ്പൾ ആയിട്ടുള്ള ആർഗ്യുമെന്റ് എന്താ വരുന്നത് വെച്ചാല്, ഷെഡ്യൂൾ 6ൽ ഈ ഓട്ടോണമസ് ഡിസ്ട്രിക്ട്, അതാത് ഓട്ടോണമസ് എന്ന് പറയുമ്പോൾ അതാത് സ്വയംഭരണ ഡിസ്ട്രിക്ട് കൗൺസിൽസ് ആണ്, സ്വയംഭരണ റീജിയണൽ കൗൺസിൽസ് ആണ്. ഇതിന്റെ നീഡ് എന്താ വെച്ചാൽ പ്രൊട്ടക്ട് ചെയ്യുക
കൾച്ചറൽ ഐഡന്റിറ്റീസിനെയും ഇക്കണോമിക് ഇൻട്രസ്റ്റ് അതായത് ട്രൈബലില് ആ ഷെഡ്യൂൾഡ് ഏരിയസിലുള്ള ട്രൈബലിന്റെ ഇൻട്രസ്റ്റിനെയും പ്രൊട്ടക്ട് ചെയ്യുക. ഇതാണ് ഗോപിനാഥും നിക്കോളാസ് റോയും പ്രസന്റ് ചെയ്തത് ആസാം കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ. അപ്പോൾ ഈ മെമ്പേഴ്സ് തമ്മിൽ ഇവര് സംസാരിക്കുകയും അല്ലെങ്കിൽ ഈ റെപ്രസെന്റ് ചെയ്ത ജയ്പാൽ സിംഗ് ഉണ്ട്, VM താക്കൂർ സൗരാഷ്ട്രയിൽ നിന്നുണ്ട്. ഈ പോയിന്റ്സ് ഇൻ ദ ആർഗ്യുമെന്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് വന്നത് ഓട്ടോണമസ് ഡിസ്ട്രിക്ട് കൗൺസിൽസ് ആൻഡ് ഓട്ടോണമസ് റീജിയണൽ കൗൺസിൽ. ഇതിന്റെ പെർപ്പച്വേറ്റ് അസോസിയേഷനെ പറ്റി ട്രൈബലും നോൺ ട്രൈബലും അതേമാതിരി ഈ ട്രൈബലിനെ നോൺ ട്രൈബൽസിന് അവിടെ സ്ഥലം മേടിക്കാൻ പാടില്ല ട്രൈബൽ ഏരിയയില്. അതേമാതിരി തന്നെ ഈ റിസൾട്ട് ചെയ്യുന്ന അസോസിയേഷൻ ട്രൈബൽസിനും നോൺ ട്രൈബൽസിനും ഈ ആർഗ്യുമെന്റ് ആണ് പ്രൊവൈഡ് ചെയ്തത് നമ്മളുടെ രോഹിണി കുമാർ ചൗധരി, കുലന്ദർ ചലിഹ എന്ന് പറയുന്നവരും. ഇവർ രണ്ടുപേരും ആസാമിനെ റെപ്രസെന്റ് ചെയ്ത് വന്നവരാണ്. ഈ ആർഗ്യുമെന്റ് ബാക്കിയുള്ള മെമ്പേഴ്സ് സപ്പോർട്ട് ചെയ്ത ബാക്കിയുള്ള മെമ്പേഴ്സ് എന്ന് വെച്ചാൽ ലക്ഷ്മി നാരായണ സാഹു, ബ്രിജേശ്വർ പ്രസാദ് ആണ്. അവര് റെപ്രസെന്റ് ചെയ്ത് വരുന്നത് ഒറീസയും ബീഹാറുമാണ്. അപ്പൊ ഇങ്ങനെ ഈ കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രൊവിൻഷ്യൽ ഗവൺമെന്റിനെ പറ്റിയാണ് നമ്മൾ ഇത്രയും നേരം പരാമർശിച്ചു കൊണ്ടിരുന്നത്. അപ്പോൾ ഈ കാലഘട്ടങ്ങളിൽ ഇന്ത്യയിൽ പ്രശ്നങ്ങളെ അതാത് സ്റ്റേറ്റിൽ എങ്ങനെ എടുത്തുകൊണ്ട് പോകണം എന്നുള്ളതാണ് നമുക്ക് എടുത്തെടുത്ത് പറയേണ്ടത്. ഓരോ അസംബ്ലിയും അഡ്വൈസറി കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിലും, അതായത് അഡ്വൈസറി കമ്മിറ്റി എന്താ പറയുന്നത് വെച്ചാല് ഫണ്ടമെന്റൽ റൈറ്റ്സിനെ പറ്റി പറയുന്നുണ്ട്. മൈനോറിറ്റി ഗ്രൂപ്പിന് എന്തൊക്കെ ചെയ്യാം, അല്ലെങ്കിൽ ട്രൈബൽസിന് എന്തൊക്കെ ഫെസിലിറ്റീസ് എങ്ങനെ ചെയ്യാം, എക്സ്ക്ലൂഡ് ചെയ്ത ഏരിയയിൽ എന്ത് ചെയ്യാം, ഇതിനെ പറ്റിയൊക്കെ വളരെ ക്ലിയർ ആയിട്ട് വല്ലഭായ് പട്ടേലിന്റെ കാര്യസമയത്ത് ഡീൽ ചെയ്തിട്ടുണ്ട്. മൈനോറിറ്റീസിന്റെയും അതേമാതിരി തന്നെ സ്പെസിഫിക് ആയിട്ടുള്ള ഏരിയയിലുള്ള ആദിവാസികളുടെയും. ഈ കമ്മിറ്റികൾ സബ് കമ്മിറ്റി മുഖാന്തരം, പല വിധത്തിലുള്ള സബ് കമ്മിറ്റി മുഖാന്തരം നോർത്ത് ഈസ്റ്റേൺ ട്രൈബൽ ഏരിയാസിലായിക്കോട്ടെ, ആസാമിലെ എക്സ്ക്ലൂഡ് ചെയ്തതോ പാർഷ്യലി എക്സ്ക്ലൂഡ് ചെയ്ത ഏരിയാസിന്റെ കമ്മിറ്റി ആയാലും വിരോധമില്ല. അവിടെ ഇതൊക്കെ നമ്മൾ ഈ ഗോപിനാഥ് വളരെ കാര്യമായിട്ടാണ് ഇവരുടെ കാര്യങ്ങൾ എടുത്തു പറയും. ആ ബർഡോളി കമ്മിറ്റി മുഖാന്തരം സജസ്റ്റ് ചെയ്യുന്നതും ആ സജഷൻ എങ്ങനെയെങ്കിലും നടപ്പിലാക്കാനുള്ള ആ ട്രൈബൽ റീജിയൻസിൽ അവരുടെ പ്രൊട്ടക്ഷൻ ആണ് ഇവർ ഉദ്ദേശിക്കുന്നതിന്റെ അർത്ഥം. അപ്പൊ അങ്ങനെയാണ് ഇതിനെ നമ്മൾ ഈ കമ്മീഷൻസിനെ 6ാം ഷെഡ്യൂളിനെ നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് കൊണ്ടുവരികയും ഇൻകോർപ്പറേറ്റ് ചെയ്യുകയൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഇതെന്താ വെച്ച് വെച്ചാൽ ഇവരുടെ ആ നമ്മളുടെ റിപ്പബ്ലിക് ആവുന്ന സമയത്ത് ഇത് ചെയ്തു തീർത്തില്ലായിരുന്നെങ്കിൽ നമ്മളുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് വാല്യൂ അത്രയും, അതുകൊണ്ടാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയെ റെഫറൻസ് ചെയ്തുകൊണ്ടാണ് എല്ലാ കോർട്സും, അത് ഡിസ്ട്രിക്ട് കോർട്സ് മുതൽ സുപ്രീം കോർട്ട് വരെ പോകുന്നത്. കാരണം ഈ റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് നമുക്കുള്ളത്. ആ റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്ത് ചെയ്യാം, എന്ത് ചെയ്യാൻ പാടില്ല, എങ്ങനെ ചെയ്യാം, എങ്ങനെ ചെയ്യണം, എല്ലാം ക്ലിയർ ആയിട്ട് അവർ പറഞ്ഞുള്ളത് കൊണ്ടും അതിന്റെ ബെനിഫിറ്റ് ഗവൺമെന്റിന് യൂസ് ചെയ്യാൻ പറ്റുന്ന വിധത്തിലാണ് അവര് കമ്മിറ്റികളിൽ പറഞ്ഞിട്ടുള്ളത്. ഓരോ കമ്മിറ്റിയും എടുത്തെടുത്ത് നമ്മളുടെ അസംബ്ലിയിൽ ആർഗ്യുമെന്റ്സ് ചെയ്യുമ്പോൾ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിനെ പറ്റി ആയാലും ശരി, ഏതായാലും ശരി, അവർ അഡീഷണൽ റെസൊല്യൂഷൻസ് കൊടുക്കാമെന്ന് പറയുന്നുണ്ട്. ഈ റെസൊല്യൂഷൻസ് മുഖാന്തരമാണ് എന്തെങ്കിലും ചേഞ്ചസ് വരുമ്പോൾ, കാലാകാലത്തിൽ ചേഞ്ചസ് വരുമ്പോൾ, ആ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ആയിക്കോട്ടെ ചേഞ്ചസ് വരുമ്പോൾ, ഇപ്പോഴും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തെങ്കിലും വ്യത്യാസങ്ങൾ നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ വരുന്ന ചേഞ്ചുകൾ ആ റെസൊല്യൂഷൻസ് മുഖാന്തരവും അതേമാതിരി അതിനെപ്പറ്റി പരാമർശിച്ച് ഡിസ്കഷൻ നടത്തി വേണ്ട വിധത്തിൽ ഓരോ വേർഡ് ബൈ വേർഡ്, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി വേർഡ് ബൈ വേർഡ് ഡിസ്കഷൻസ് നടത്തി ഡിബേറ്റ് നടത്തിയിട്ടാണ്
എന്തെങ്കിലും ആക്ഷൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എടുക്കുന്നത്. അപ്പോ ഇങ്ങനെ ഇത്രയും ക്ലിയർ ആയിട്ട് നമ്മളുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഓരോ കാര്യങ്ങൾ വിശദീകരിച്ച് ചർച്ച ചെയ്ത് അതിനുശേഷം വോട്ടിങ്ങിനിട്ട് അവർ കമ്മിറ്റ് ചെയ്യുമ്പോൾ എത്രത്തോളം സ്ട്രോങ് ആണെന്ന് മനസ്സിലാക്കുക. നന്ദി, നമസ്കാരം.